വചനത്തിന്റെ ശക്തിയാൽ തിളക്കത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആലാപനം നിർവഹിച്ച ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഷാജി പാസ്റ്റർ ടീമിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവവചന അഭ്യസിപ്പിക്കുവാനായി കടന്നു വരുന്ന അവിടുത്തെ ദാസനെ അനുഗ്രഹിക്കുമാറാകണം. കർത്താവെ, എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വരുവാനുള്ള വേഗത്തിൽ മതിയനോട് സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ്, ഇന്നത്തെ ആരാധന, ഇന്നത്തെ പ്രാർത്ഥന ഏവർക്കും അനുഗ്രഹദായകമായിരിക്കാൻ ഇടവരുത്തുമാറാകണമേ. സർവശക്തനായ ദൈവത്തിന് കരങ്ങളിൽ ഏൽപ്പി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെള്ളിയാഴ്ച തോറുമുള്ള ദൈവവചന പഠനത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ടി ക്രമീകൃതമായിട്ടുള്ള സൂം പ്ലാറ്റ്ഫോമിൽ ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും, വിശേഷിയ ഇന്റർനാഷണൽ പ്രൈം മിനിസ്റ്ററുടെ ഒഫീഷ്യൽസ് എല്ലാവർക്കും, പഠിതാക്കളായ എല്ലാവർക്കും, വിശേഷിയ കർത്താവദാസൻ തോമസ് ചെറിയാൻ സാറിനും ഫാമിലിക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനവും മീറ്റിംഗിലേക്ക് സ്വാഗതവും അറിയിക്കുന്നു. നമുക്ക് നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കാം. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് നമ്മുടെ ആദരണീയനായ ഷാജി പാസ്റ്റർ ടീമും ആരാധനയ്ക്ക് നേതൃത്വം വഹിക്കും. അവരെ സ്നേഹാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ. നീ നമ്മുടെ ബൈബിൾ ക്ലാസ് ലീഡ് ചെയ്യുന്ന ദേവദാസൻ, അതുപോലെ തന്നെ നീ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കും ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ 10 മുതൽ ഈ സമയം വരെ കർത്താവ് നമ്മളെ ആപത്തുനിന്നല്ല, കർത്താവ് നമ്മളെ രക്ഷിച്ച് സൂക്ഷിച്ച് പരിപാലിച്ചു. ചില സമയം നമുക്ക് നീ സൂം പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാൻ കർത്താവ് നമ്മളെ ഇടയാക്കി. ചില നിമിഷം നമുക്ക് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീർ അവൻ തുടയ്ക്കും എന്ന പാട്ട് പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ.
വചന പഠന ക്ലാസ്സിലായി സ്തോത്രത്തിനെ പഠിക്കുന്ന ദേവദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി അല്ലെങ്കിൽ വചന ക്ലാസ്സിന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷയും ഏറ്റവും അനുഗ്രഹമായി തീർക്കണം. പ്രാർത്ഥനയായി കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ മിനിസ്ട്രിക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. Praise the Lord. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠന കേൾവിയിലേക്ക് നാം അടുത്തു വന്നിരിക്കുന്നുവല്ലോ. അതിനു മുൻപ് ഒരുക്കപ്പെട്ട മനസ്സോടെ, പ്രാർത്ഥനാ മനോഭാവത്തോടെ, ഗുരുപാദാന്തികരണം പഠിക്കുന്ന ശിക്ഷ മനോഭാവത്തോടെ ദൈവസ്ഥാനത്തിലേക്ക് നമുക്ക് അടുത്തു വരാം. നമുക്ക് അതിനു മുൻപ് അല്പം ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകാം. പ്രാർത്ഥനയ്ക്കായി സമയത്തെ വേർതിരിക്കുന്നു. ട്രിനിറ്റി ഇന്റർനാഷണൽ ഫൗണ്ടേഷന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് സിസ്റ്റർ സിനി ബാബു ആണ്. സിനി ബാബു. ട്രിനിറ്റി ഇന്റർനാഷണൽ ഫൗണ്ടേഷന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതില് നമ്മുടെ പ്രസിഡന്റ് തോമസ് ചെറിയ സാറിന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റു ഒഫീഷ്യൽസിലെ എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ ആഗ്രഹിക്കുന്നത് പോലെ, ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ ഈ വേല വളരുവാനും പുരോഗതിയിലേക്ക് നയിക്കപ്പെടുവാനും കർത്താവ് ഇടവരുത്തുമാറാകട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രവർത്തനത്തിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാവരും ആർജവത്തോടെ പ്രവർത്തിച്ച് വലിയ വിശാലതയിലേക്ക് എത്തിച്ചേരുവാൻ ഇവരുടെ മേൽ ദൈവത്തിന്റെ കരുതലും ആത്മനിറവും ആവസിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രി എന്തെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം, ഒപ്പം നമ്മുടെ എല്ലാ കൂട്ടായ്മകളെയും, വാട്സാപ്പ് മീറ്റിങ്ങുകൾ, സൂം മീറ്റിങ്ങുകൾ, അതുപോലെ തന്നെ നമ്മുടെ FB ലൈവുകൾ, ഇങ്ങനെയുള്ള എല്ലാ മീറ്റിങ്ങുകളും വളരെ അനുഗ്രഹദായകമായി നിലനിൽക്കുവാൻ, ഒരിക്കലും പഴകിപ്പോകാതെ പുതുമയോടെ നിലനിൽക്കുവാൻ ഇടവരേണ്ടതിനായി നമുക്കൊന്നിച്ച് സ്തോത്രത്തിൽ ജാഗരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ സിസ്റ്റർ സിനി ബാബു പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രമായിട്ടുള്ള വിശ്വസ്തനായ സ്വർഗ്ഗപിതാവേ, കർത്താവേ, വെള്ളിയാഴ്ച ബൈബിൾ സ്റ്റഡിയിൽ ഒരുമിച്ച് ദൈവത്തെ പ്രാർത്ഥിക്കുവാൻ തന്ന സുമാര്, അതിൽ പ്രാർത്ഥിക്കുവാൻ തന്ന വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും ഞാൻ അവന് പകരം കൊടുക്കുന്നു. രക്ഷയുടെ പാനപാത്രം എടുത്ത് അവന്റെ നാമത്തെ വിളിച്ചോഷിപ്പാൻ തന്ന വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവദാസൻ പറഞ്ഞ ആ വിഷയങ്ങൾ നിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ട്രിനിറ്റി ഫൗണ്ടേഷനൊത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുക. അതിന് കീഴിൽ വരുന്ന പ്രവർത്തനങ്ങൾക്കായി സ്തുതിക്കുന്നു. കർത്താവെ, അതിന് സാമ്പത്തികമായ വഴികൾ ദൈവം ഒരുക്കി കൊടുക്കുമാറാണമേ. അങ്ങ് അത്ഭുതം ചെയ്യുമാറാണമേ എന്നോത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവിക സാന്നിധ്യം കൂടി ഇരിക്കുമാറാണമേ എന്നോത്ത് പ്രാർത്ഥിക്കുന്നു. അതെല്ലാ ജില്ലകളിലും കർത്താവായി വ്യാപരിക്കുവാൻ സഹായിക്കുമാറാണ്. അനേക ദാസന്മാർ ഞങ്ങൾക്ക് ഒരുക്കി തരുമാറാണമേ എന്നോത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ പ്രസിഡന്റായിരിക്കുന്ന ധ്വംസങ്ങളിനോത്ത് പ്രാർത്ഥിക്കുന്നു. ദേവദാസനെ കൊടുത്തിരിക്കുന്ന വലിയ ദർശനത്തിനായി സ്തുതിക്കുന്നു. ദൈവമേ, അനേക രാജ്യങ്ങളിൽ എത്തുവാൻ കർത്താവ് അവിടുന്ന് ബലപ്പെടുത്തുമാറാണെന്നോത്ത് പ്രാർത്ഥിതാസിനായി സ്തുതിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തുമാറാണെന്നോത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ശരീരക്ഷീണമൊന്നും പ്രയാസങ്ങൾ നല്ല ദാസിയെ വിടുവിക്കുമാറാണമേ. കർത്താവെ, മക്കൾ ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ ഒത്ത് പ്രാർത്ഥിക്കും. ദൈവം അനുഗ്രഹിക്കുമാറാണമേ. മാതാവിനായി സ്തുതിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തുമാറാ. കുടുംബമായ ദൈവം അവരെ അനുഗ്രഹിക്കുമാറാണെന്നോത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേവദാസന്മാരെ ഒത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ കരം കൂടി ഇരിക്കുമാറാണെന്ന് മെന്റേഴ്സിനോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആത്മീയന്മാരെ ഒത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാണെന്നോത്ത് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കർത്താവ് വചന സാക്ഷി സോഷ്യൽ മീഡിയ നടത്തുന്ന കർത്താവ് പ്രവർത്തനങ്ങൾ അനേക പേരിലേക്ക് കടന്നു വരുവാൻ, അനേക പേര് ദൈവത്തെ അറിയുവാൻ സഹായിക്കുമാറാണെന്നോത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സഹായിക്കുമാറാണെന്നോത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാട്സപ്പ് മീറ്റിംഗ്, കുടുംബ പ്രാർത്ഥന, ഹല്ലേലൂയ കർത്താവ്, എല്ലാ മീറ്റിങ്ങുകളും കർത്താവ്, സൂമാരാധനകൾ, സൺഡേ സ്കൂള് എല്ലാം ഏറ്റവും അനുഗ്രഹമായി തീർന്ന കർത്താവെ, അനേക ജനങ്ങൾക്ക് അത് പ്രയോജനമായി തീരും. അനേക പേര് കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവമേ സഹായിക്കുമാറാണമേ. ഞങ്ങൾ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും കർത്താവ് അനുഗ്രഹിക്കുമാറാണമേ. ദൈവിക സാന്നിധ്യം കൂടിയിരിക്കുമാറാണ്. അനേക ദേവദാസന്മാർ ഞങ്ങൾക്ക് ഒരുക്കി തരുമാറാണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സഹായിക്കുമാറാണമേ എന്നോത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ കർത്താവ് ദൈവമേ വൈസ് പ്രസിഡന്റ് ആയിരിക്കുക വിനോ ബ്രദറിനായി സ്തുതിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കുമാറാണ്. സണ്ണി പാസ്റ്ററോത്ത് പ്രാർത്ഥിക്കുന്നു, ചാക്കോ പാസ്റ്ററോത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണമേ എന്നോത്ത് പ്രാർത്ഥന. എല്ലാ പ്രവർത്തനങ്ങളും നാമത്തിനായി തീരുവാൻ സഹായിച്ചതിനായി സ്തുതിക്കുന്നു. പ്രാർത്ഥനയാചനം കേട്ടനായി സ്തുതിക്കുന്നു. സകലവും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന ദൈവവചന പഠനത്തെ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ ഇതുവരെ എത്തിയിട്ടില്ല. എത്തിച്ചേരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചന പഠനം ഏറ്റവും അനുഗ്രഹപ്രദായകമായി തീരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ നമ്മുടെ ഇടയിൽ രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആക്സിഡന്റ് നിമിത്തം വേദന അനുഭവിക്കുന്നവരുണ്ട്, ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട്, ഓർത്ത് പ്രാർത്ഥിക്കാം. ശേഷാല് എൻ്റെ മൂത്ത മകള് IPC നാഷണൽ കൺവെൻഷന്റെ ഈ വർഷത്തെ ക്വയർ ഗ്രൂപ്പിലുണ്ട്. മോള് ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു വയറുവേദനയാൽ ഭാരപ്പെടുന്നു. അവളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഫാമിലി മോളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ വിഷയങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് ഈ സ്റ്റഡി ക്ലാസ്സിൽ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അതിവേഗത്തിൽ വന്നു ചേരേണ്ടതിനായും പ്രിയപ്പെട്ട സ്റ്റീഫൻ ജേക്കബ് പാസ്റ്റർ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. സ്തോത്രം. സ്റ്റീഫൻ ജേക്കബ്. പക്ഷേ ആദ്യം ഒന്ന് പറഞ്ഞാൽ എനിക്കൊരു കോള് കയറി വന്ന് ആദ്യം പറഞ്ഞ് കേട്ടില്ല. പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദൈവവചന പഠനം നടത്തുന്ന കർത്തൃദാസനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ പഠിതാക്കളായി വന്നു ചേരേണ്ടവർ വേഗത്തിൽ എത്തിച്ചേരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിൽ രോഗത്താൽ ഭാരപ്പെടുന്നവർ, അതുപോലെ തന്നെ ആക്സിഡന്റ് അതുപോലുള്ള പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവർ, കുമ്പനാട് നാഷണൽ കൺവെൻഷനിൽ വയറിൽ പാടാനായിട്ട് വന്നിരിക്കുന്ന എൻ്റെ മൂത്ത മകള് അല്പം മുൻപ് വയറുവേദനയാൽ ഭാരപ്പെട്ട് ഡോക്ടറെ സമീപിച്ചിരിക്കുന്നു. പൂർണ്ണമായ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ആയിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദൈവജന പഠനം ഏറ്റവും അനുഗ്രഹദായകമായിരിക്കട്ടെ. കർത്താവിദാസൻ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വാഗ്ദത്തങ്ങളെ വിശ്വസനം നീതിമാനും നീതിനുമായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യായാമത്തിനായി നന്ദിയോടെ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹാലലിയ. ഇന്നത്തെ ദൈവവചന പഠനത്തിൽ ഹാലലിയ എത്രയും പെട്ടെന്ന് ആളുകൾ ജോയിൻ ചെയ്യാൻ സഹായിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗികളായി ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആക്സിഡന്റുകളാൽ കഷ്ടപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലലിയ. അവർക്കെല്ലാം പൂർണ്ണ സൗഖ്യം കൊടുക്കുമാറാക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യാൽ പ്രിയ ദേവദാസന് മകൾ ഫാമിലി സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വയറുവേദനയാൽ ഭാരപ്പെടുന്നു, പൂർണ്ണ സൗഖ്യം കൊടുക്കണമെന്ന് കുടുംബം അനുഗ്രഹിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. IPCയുടെ കൺവെൻഷൻ ഗായ സംഘത്തിൽ പ്രിയ കുഞ്ഞുൾപ്പെട്ടിട്ടുണ്ടല്ലോ. അനുഗ്രഹമായ നിലയിൽ ആ പ്രോഗ്രാമുകൾ നടത്താൻ നിന്റെ ദാസിയെ സഹായിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. വിശ്വാൽ ഇന്ന് നടക്കുന്ന ദൈവവചന ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിയ ഹാലൻ ഭാഷ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ നിലയിൽ ദൈവവചനം വാരി വിതറുവാൻ, ഹല്ലേലൂയ, സ്വർഗത്തിലെ മറിഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ വെളിപ്പെടുത്തുവാൻ നിന്റെ ദാസനെ ശക്തമായി ഉപയോഗിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവിന്റെ ധന്യമേറിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ എന്നെ ചുമതലപ്പെടുത്തിയ പാസ്റ്റർ സണ്ണി മത്തായി അവരുകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും പ്രത്യേകം കർത്തൃനാമത്തിൽ നന്ദിയെ അറിയിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും കർത്താവ് നമുക്ക് കൃപ ചെയ്തുവല്ലോ. തുടർന്ന് പതിവെന്ന പോലെ തന്നെ ദൈവവചന പ്രവേശനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. കഴിഞ്ഞ ആഴ്ചയിൽ എന്ന പോലെ തന്നെ ഇന്നും ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കേണ്ടതിനായി എഫെസ്യ ലേഖനത്തിന്റെ തുടർ പഠനത്തിനായി നമുക്ക് മികച്ച അഭ്യസനം നൽകി തരേണ്ടതിനായി കർത്താവിന്റെ ദാസൻ മാസ്റ്റർ ഹാർലൻ കൊട്ടാരക്കര അവർ എത്തിച്ചേർന്നിരിക്കുന്നുവല്ലോ. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവവചന പഠനത്തിന് മുമ്പിൽ ശിഷ്യത്വ മനോഭാവത്തോടെ നാം ആയിരിക്കുമ്പോൾ അനുഗ്രഹീതമായ നിലയിൽ ദൈവവചനത്തിന്റെ പൊരുളുകളെ തിരിച്ച് നമുക്ക് പഠനം നൽകി തരേണ്ടതിനായി കർത്താവിൽ ബഹുമാന്യനായ മാസ്റ്റർ ഹാർലൻ കൊട്ടാരക്കര അവരുകളെ സ്നേഹാദരം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സ്തോത്രം. Praise the Lord. Glory be to the Lord. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ. ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ക്ലാസ്സിൽ ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ മകൾ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വിശേഷാൽ ഈ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മൂവ്മെന്റിന്റെ അഡ്മിൻ പാനലായിരിക്കുന്ന കർത്തൃദാസിദാസന്മാർ, ഇന്നത്തെ ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ശുശ്രൂഷ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസ് പ്രാരംഭം മുതൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാന കർത്തൃദാസൻ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റും എന്ന വിശ്വാസത്തോടെ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ആധികാരികമായി എഫെസ്യ ലേഖനത്തിന്റെ ഓരോ ഘട്ടങ്ങളെ നമുക്ക് പഠിപ്പാൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എഫെസ്യ ലേഖനം 4-ാം അധ്യായമാണ്. അപ്പൊ 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട കാര്യം എന്താണ്? ദ വാക്ക് ഓഫ് ദ ചേർച്ച്, സഭയുടെ എന്താണ് നടത്തമാണ്. അപ്പം സഭ എപ്രകാരമാണ് ക്രിസ്തുവിൽ നിലകൊള്ളുന്നത് അല്ലെങ്കിൽ സഞ്ചരിക്കുന്നത് ഇത്യാദി കാര്യങ്ങളെ പറ്റി അതിന്റെ 4-ന്റെ 1 മുതൽ നമുക്ക് പഠിപ്പാൻ കഴിഞ്ഞു. പ്രാരംഭത്തിൽ തന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? 4-ന്റെ 1 മുതൽ 6 വരെ വാക്ക് ഇൻ യൂണിറ്റി, ഐക്യതയിൽ നടക്കുക. എന്താണ് നടക്കുക എന്ന് പറഞ്ഞാൽ സഭ, നാം നടക്കുക, നാം സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ 1 മുതൽ 6 വരെയുള്ള 4-ന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം കണ്ടത് അർത്ഥാൽ ഇങ്ങനെയുള്ളൂ: വാക്ക് ഇൻ യൂണിറ്റി, ഐക്യതയിൽ നടക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ പഠിച്ചതായ കാര്യം 4-ന്റെ 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പൊ 4-ന്റെ 7 മുതൽ 16 വരെ വാക്യങ്ങളിൽ എന്താണ്? വാക്ക് ഇൻ ഡിവേഴ്സിറ്റി, എന്താണ്? വ്യത്യാസത്തിൽ നടക്കുക, അല്ലെങ്കിൽ ഒരു മാറ്റത്തിൽ, നമുക്കൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. അപ്പം ആ മാറ്റത്തിൽ നമ്മൾ നടക്കണം. അത്യാദി കാര്യങ്ങളെ പറ്റി നമ്മൾ ഓരോ പോയിന്റുകൾ ബേസ് ചെയ്ത് പഠിക്കുകയുണ്ടായി. അപ്പൊ അതില് ഒന്നാമത് നമ്മൾ പഠിച്ചത് എന്താണ്? ദ ലോ ഓഫ് ദ ബിസ്റ്റോവൽ ഓഫ് ഗിഫ്റ്റ്സ്, അതായത് വരത്തിന്റെ, കൃപാവരങ്ങളുടെ നിയമങ്ങളെ പറ്റി നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്താണ്? ദ സോഴ്സ് ഓഫ് ഗിഫ്റ്റ്സ്, അതായത് വരത്തിന്റെ ഉറവിടങ്ങളെ പറ്റി നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു. ഇത് 4-ന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. അടുത്തത് നമ്മൾ നോക്കിയത് എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിർത്തിവെച്ചിരിക്കുന്ന ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു, എനിക്ക് പകരം ഞങ്ങളുടെ ചർച്ചിലെ ഒരു ദൈവദാസനാണ്, ദൈവദാസൻ ജേക്കബ് അവറുകളാണ് ക്ലാസ്സുകൾ നടത്തിയത്, നയിച്ചത്. എനിക്കത് കേൾക്കാനോ എടുക്കാനോ ഒന്നും കഴിഞ്ഞില്ല, സമയത്തിന്റെ പരിമിതി കൊണ്ട്. എനിവേ, നമുക്ക് മൂന്നാമതായിട്ട് നമ്മൾ പോയിന്റ് ആയിട്ട് പഠിക്കേണ്ടത് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗിഫ്റ്റ്സ്, അതായത് എന്താണ്? കൃപാവരങ്ങളുടെ വിഭജിക്കൽ, അഥവാ എന്താണ്? തരംതിരിക്കൽ. കൃപാവരങ്ങളെ വിവിധ രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു. അഥവാ നമ്മൾ സാധാരണ പറയുന്ന ഒരു പദമുണ്ട്, 5-fold മിനിസ്ട്രി, അല്ലെ? 5-fold മിനിസ്ട്രി.
5 തരത്തിൽപ്പെട്ട കൃപാവരങ്ങളെ നമുക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള 5 തരം തിരിക്കലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ തുടക്കമിട്ടത്. അപ്പോ അത് എന്താണ്? ഗിഫ്റ്റ്സ് ആണ് അല്ലെ? ദൈവത്തിന്റെ കൃപാ വരങ്ങളാണ്. ആ വരങ്ങൾ എപ്രകാരമാണ് അതിനെ തരം തിരിച്ചിരിക്കുന്നത്, ഏതൊക്കെ മേഖലകളിലാണ് തരം തിരിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നമ്മൾ പഠിക്കാൻ പോകുകയാണല്ലോ. അതിന്റെ കുറച്ച് കാര്യാദികൾ മാത്രമേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ. അത് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ഗിഫ്റ്റ്സ്, അതായത് വിഭജിക്കൽ, കൃപാവരങ്ങളുടെ വിഭജിക്കൽ, തരംതിരിക്കൽ 4:11 4:11 വിശുദ്ധ വേദപുസ്തകം. ഓക്കെ നമ്മുടെ ക്ലാസ്സിൽ ഓഫ് കോഴ്സ് പറഞ്ഞാട്ടെ. പൂർണ്ണ ഗൗരവത്തോടെ ഐക്യപ്പെട്ടവര് അപ്പോസ്തലന്മാര്, സന്ദേശവാക്യങ്ങള്. അപ്പം അതിനെ പറ്റിയുള്ള ചില കാര്യാദികൾ നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പം നമുക്ക് അതിന്റെ തരംതിരിക്കലാണ്, കൃപാവരങ്ങളെ വിഭജിച്ചിരിക്കുന്നതായ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. 4:11 വിശുദ്ധ വേദപുസ്തകം ഉള്ളവർ ഒന്ന് വായിച്ചാട്ടെ. എഫെസ്യ ലേഖനം 4-ാം തിരുവചനം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരായും നിയമിച്ചിരിക്കുന്നു. നോക്കണേ, 5 കൂട്ട നിയമനങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 5 കൂട്ട 5-fold മിനിസ്ട്രി, 5 തരത്തിൽപ്പെട്ട ശുശ്രൂഷ വരങ്ങളെയാണ് നമുക്ക് ഈ 11-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. നോക്കണേ, അപ്പം 1 അപ്പോസ്റ്റൽ, 2 പ്രോഫറ്റ്സ്, 3 ഇവാഞ്ചലിസ്റ്റ്, 4 എന്ന് പറഞ്ഞത് പാസ്റ്റേഴ്സ്, 5 എന്ന് പറയുന്നത് ടീച്ചേഴ്സ്. ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു. മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, അതിനുശേഷം സുവിശേഷകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടകന്മാരായിട്ട്. ഇങ്ങനെ 5 തരം തിരിക്കലാണ്, കൃപാവരങ്ങളുടെ തരം തിരിക്കലായിട്ട് വിശുദ്ധ പൗലോസ്ലീഹ എഫെസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഇവിടെ ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ച ഒരു കാര്യം എന്താണ്? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തതുപോലെ തോന്നുന്നു, അപ്പോസ്തലന്മാർ അല്ലെ? അപ്പോസ്തലന്മാർ ഞാൻ എടുത്തു തോന്നുന്നു, ക്ലാസ്സിൽ ഞാൻ എടുത്തു തോന്നുന്നു. എങ്ങനെയുണ്ട്? എടുത്തായിരുന്നു അപ്പോസ്തലന്മാരെ പറ്റി. അപ്പോ 5 വിധ ലക്ഷണങ്ങൾ പഠിച്ചായിരുന്നു അതിന്റെ അകത്ത്. 5 വിധ ലക്ഷണങ്ങൾ. ദൈവത്തിന്റെ നിയുക്തരെ, ക്രിസ്തുവിന്റെ മരണപുനരുദ്ധാന സാക്ഷികൾ. ഫൈൻ. ഓക്കെ ശരി. അപ്പം അത് അപ്പോസ്തലന്മാരെ കുറിച്ചുള്ള കാര്യാദികളൊക്കെ ഞാൻ ഏകദേശം എടുത്തു കഴിഞ്ഞു. ഇനി പ്രവാചകന്മാരെ എടുത്തായിരുന്നോ? പ്രവാചകന്മാർ. അപ്പം ശ്രദ്ധിക്കുക, ഈ പ്രവാചകന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ പ്രവാചകൻ ചെയ്യേണ്ടുന്ന കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ പുരോഹിതനും പ്രവാചകനും തമ്മിൽ വ്യത്യാസമുണ്ട്. പുരോഹിതൻ മനുഷ്യരിൽ നിന്ന് കാര്യാദികൾ ദൈവത്തിങ്കിലേക്ക് കൊടുക്കുന്നു. പുരോഹിതൻ എന്താ ചെയ്യുന്നത്? മനുഷ്യന്റെ കാര്യങ്ങൾ ആരിലേക്ക് കൊടുക്കുന്നു? ദൈവത്തിലേക്ക് കൊടുക്കുന്നു. പുരോഹിതൻ ഏറ്റെടുത്തിട്ട് മനുഷ്യന്റെ കാര്യാദികളെല്ലാം അദ്ദേഹം ഏറ്റെടുത്തിട്ട് ദൈവത്തിന്റെ കരത്തിലേക്ക് കൊടുക്കുന്നു, ദൈവത്തിങ്കിലേക്ക് കൊടുക്കുന്നു. പക്ഷേ പ്രവാചകൻ ചെയ്യുന്നത് എന്തെന്നറിയാമോ? ദൈവത്തിൽ നിന്നും അരുളപ്പാടുകൾ വാങ്ങിച്ചിട്ട് ആർക്ക് കൊടുക്കുന്നു? മനുഷ്യർക്ക് കൊടുക്കുന്നു അല്ലെ? ദൈവത്തിൽ നിന്ന് എന്താണോ, ദൈവം ഒരു വ്യക്തിയെ കുറിച്ച് എന്താണോ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്, അത് ആ വ്യക്തി വാങ്ങിച്ചിട്ട് ആർക്ക് കൊടുക്കണം? ജനത്തിന് കൊടുക്കണം. അതിനാണ് പൗലോസ്ലീഹ കൊരിന്ത്യർ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നതെന്നാൽ, അല്ലെ? നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ട് ജനത്തിന് കൊടുക്കണം. അതാണ് ഒരു പ്രവാചകന്റെ ദൗത്യം എന്ന് പറയുന്നത്. ഇന്നിന്റെ കാലഘട്ടത്തിൽ എന്താണ് ഏതാണെന്ന് നമുക്ക് നല്ല പോലെ അറിയാം. ഹലോ, നിങ്ങളൊന്നും മിണ്ടുന്നില്ല. നമ്മളൊരു കൺവെൻഷൻ യോഗത്തിലല്ല ഇരിക്കുന്നത്, പ്രത്യേകാൽ ഒരു ക്രൂസൈഡിലും അല്ല ഇരിക്കുന്നത്. നമ്മൾ ബൈബിൾ സ്റ്റഡി, നമ്മള് ബൈബിളിനെ പറ്റി പഠിക്കാനാണ് ഇരിക്കുന്നത്. അതുകൊണ്ട്
നിങ്ങൾ അതിന്റെ ലാഘവത്തോടു കൂടി ഇരുന്നാൽ നമുക്ക് പഠിക്കാം. അപ്പൊ പ്രവാചകന്റെ ദൗത്യം എന്താണ് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? ദൈവത്തിൽ നിന്ന് അരുളപ്പാടുകൾ മനുഷ്യരിലേക്കുണ്ട്. ദൈവത്തിൽ നിന്ന് അരുളപ്പാട് പ്രാപിച്ചിട്ട് ആർക്ക് കൊടുക്കണം? മനുഷ്യരിലേക്ക്. ഇന്ന് അതാണോ നടക്കുന്നത്? ഇന്ന് അതാണോ നടക്കുന്നത്? സ്വയത്തിൽ നിന്ന് മനസ്സിൽ എന്തൊക്കെയോ തോന്നും, ദൈവത്തിൽ നിന്നൊന്നും അല്ല. പിന്നെ പറയുന്നു, പിന്നെ നിക്കണേ, ബൈബിളിൽ ഒരു പദമുണ്ട്, എന്താണ്? ഡു നോട്ട് ഗ്രീവ് ദ സ്പിരിറ്റ് ആൻഡ് ഡു നോട്ട് ക്വഞ്ച് ദ സ്പിരിറ്റ്. ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ആത്മാവിനെ കെടുത്തരുത്. അല്ലേ? അകത്തിരിക്കുന്ന ഈ ആത്മാവിനെ എന്ത് ചെയ്യരുത്? പറഞ്ഞേ, ദുഃഖിപ്പിക്കരുത്. പ്രിയപ്പെട്ടവരെ, അകത്തിരിക്കുന്ന ഈ ആത്മാവിനെ നമ്മൾ ദുഃഖിപ്പിച്ചുകൊണ്ട് ഒന്നും ചെയ്യരുത്. എങ്ങനെ ദുഃഖിപ്പിക്കുന്നതെന്ന് അറിയാമോ? ആത്മാവ് ഇങ്ങനെ പറയുന്നു, മകളെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, മകനെ ആത്മാവ് ഇങ്ങനെ പറയുന്നു. സത്യത്തിൽ ആത്മാവ് പറഞ്ഞിട്ടാണോ? വെറുതെ ആത്മാവിനെ പിടിച്ചിട്ട് കൊണ്ടുവന്ന് ആത്മാവ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നാട്ടെ നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഒരു അച്ഛൻ ഇരിപ്പുണ്ട്. ആ അച്ഛൻ ഒരു കാര്യം പറയും. അച്ഛൻ ഇവിടെ വെറുതെ അവിടെ ഇരിക്കുക. അപ്പൊ ഞാൻ പറയുക, അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞാൽ അച്ഛൻ എന്തോ തോന്നും? അവിടെ അച്ഛന്റെ പേര് സ്റ്റീഫൻ എന്നാണോ? കണ്ണും കണ്ടൂടെ, 60 കഴിഞ്ഞതുകൊണ്ട് കണ്ണിനൊരു ചെറിയ മങ്ങലുണ്ട്. അപ്പോ ശ്രദ്ധിക്കുക. നമ്മുടെ അച്ഛൻ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. അച്ഛന് ഞാൻ പറയാ, നമ്മുടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഒരു 150 പ്രാവശ്യം, ഒരു കുറെ പ്രാവശ്യം ആവുമ്പോ അച്ഛൻ എന്ത് പറയും? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്റെ പേരിൽ എന്തിനാ ഇങ്ങനെ കുറ്റമതിക്കണേ? ഹലോ അന്നാളിൽ കർത്താവിന്റെ സന്നിധി ചെല്ലുമ്പം നമ്മൾ പറയും, കർത്താവെ നിന്റെ നാമത്തിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞാൻ അത്ഭുതങ്ങൾ ചെയ്തു, നിന്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ദൂത് പറഞ്ഞു. ആത്മാവ് കർത്താവ് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പം കർത്താവ് അവസാനം പറയുന്ന ഒരു വാചകമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അതുകൊണ്ട് പ്രവാചകൻ ശബ്ദം, പ്രവാചക ദൗത്യം ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടേ മനുഷ്യന് കൊടുക്കാവൂ. ഇല്ലാതെ ഞാനൊരു പ്രവാചകനാണ്, ഞാനൊരു പ്രവാചികയാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇവരെന്തോ ചെയ്യും? ഇത് മറ്റുള്ളവരെ സുഖിപ്പിക്കുക ചെയ്യുന്നത്, അല്ലേ? അച്ഛന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന 1000ന്റെ താളുകൾ എന്റെ പോക്കറ്റിലേക്ക് വന്ന് വീണമെങ്കിൽ ഞാൻ അച്ഛൻ എന്ത് ചെയ്യണം? അച്ഛൻ അടുത്ത കാല് വെക്കുന്നത് കുഴിയിലായിരിക്കാം, പക്ഷെ ഞാൻ എന്ത് പറയും? അച്ഛൻ അടുത്ത കാല് വെക്കുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല എവിടെയാണെന്ന്. ശരിയാ, പുള്ളിക്ക് അറിയാൻ പറ്റുന്നില്ല എവിടെയാണെന്ന്. ഹലോ, വല്ലോ മനസ്സിലാവുന്നുണ്ടോ? അച്ഛന്റെ കയ്യിരിക്കുന്ന, അമ്മാമ്മയുടെ കയ്യിരിക്കുന്ന നോട്ട് എന്റെ പോക്കറ്റിൽ വീഴണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവരെ വാലല്ല തലയാക്കിയേ പറ്റത്തുള്ളൂ. അല്ലാതെ അച്ഛൻ പോകുന്ന വഴി റൂട്ട് ശരിയല്ല, അച്ഛൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അച്ഛനെ താമസിയാതെ തമ്പുരാനെ അടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്ത് ചെയ്യും? 500 രൂപയിൽ ഒതുക്കും. ഇല്ല, 500 രൂപയിൽ ഒതുക്കും. പാസ്റ്ററെ കണ്ടതിൽ വലിയ സന്തോഷം, ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അച്ഛൻ അകത്തേക്ക് 500ന്റെ പല താളുകൾ എടുത്ത് 5000 ആക്കി അല്ലെങ്കിൽ 10000 ആക്കി എന്റെ പോക്കറ്റിൽ തരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അച്ഛനെ സൂചിപ്പിക്കണം. നല്ല രീതിയിൽ അച്ഛന് വേണ്ടി നിന്ന് ആത്മാവിനെ കൊണ്ട് പറയിപ്പിച്ചേ ഒക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നു സൂം പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു തോന്നുന്നു, ഈ ഞങ്ങളുടെയൊക്കെ ഏരിയയില് ഈ തത്തയും കൊണ്ട് നടക്കുന്നവർ ഞാൻ ഇതിനകത്ത് പറഞ്ഞു തോന്നുന്നു, ഞാൻ വേറെ ഏതോ ക്ലാസ് ഞാൻ തോന്നുന്നു, ഈ തത്തയും കൊണ്ട് നടക്കുന്നവര് അതിങ്ങനെ കൊണ്ടു നടക്കും. അപ്പൊ ആരെങ്കിലും കാണുന്ന സമയത്ത് അവിടെ ഇരുത്തിയിട്ട് ഇദ്ദേഹത്തിന്റെ കാര്യം പറയാം. എന്നിട്ട് തത്തയുടെ കൂടെ എന്ത് ചെയ്യും? തുറക്കും. ഈ തത്തയ്ക്ക് എന്തേ അറിയത്തുള്ളൂ? പുറത്തിറങ്ങുന്ന തത്തയ്ക്ക് പറന്ന് എവിടെയെങ്കിലും പോയിക്കൂടെ? പക്ഷെ അത് നേരെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ആ ചീട്ടെടുത്ത് ഏതെങ്കിലും ഒരു ചീട്ടെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് അത് നേരെ തിരിച്ച് കൂട്ടിക്കയറും, അദ്ദേഹം കൂടെ അടയ്ക്കും. ഹലോ, ഇത് തന്നെയാണ് ആത്മഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? നമ്മളെ ചീട്ടെടുപ്പിട്ടില്ല. ആ ഒരു സത്യത്തിൽ ഞാൻ ചെയ്യുന്നു, നമ്മളെ ഈ കണിയാരെ പോലെയാണ്, അല്ലെ? പ്രവാചകന്മാരെ കാണാൻ പോകുന്നത്, പ്രവാചക മണ്ഡലങ്ങളെ കാണാൻ പോകുന്നത്. അതിനെന്ന് മാറ്റം വരുമെന്ന് എനിക്ക് അറിയത്തില്ല. സ്തോത്രം.
അത്രയും പറഞ്ഞ ഞാൻ വാക്കുകൾക്ക് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടട്ടെ. അപ്പോ പ്രവാചകന്റെ യഥാർത്ഥ ദൗത്യം ദൈവം വിവിധ മേഖലകളിൽ ശുശ്രൂഷകൾ കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോസ്തലന്റെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ തന്നെ പ്രവാചകന്റെ ഡ്യൂട്ടി എന്താണ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മുറി അന്യഭാഷ പറഞ്ഞിട്ട് കുട്ടിനിടയ്ക്ക് തേങ്ങാപ്പേര ഇടുന്നത് പോലെ രണ്ടു വാക്ക് പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ യഥാർത്ഥ പ്രവചനം എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രവചനം എന്ന് പറഞ്ഞാൽ കർത്താവിൽ നിന്ന് യഥാർത്ഥമായിട്ട് പ്രാപിച്ചിട്ട് ഞാൻ അതിന് വള്ളിയോ പുള്ളിയോ ദീർഘമോ ഒന്നും കൂട്ടാതെ എന്താണോ കർത്താവ് എനിക്ക് തന്നത് അത് അതുപോലെ അങ്ങ് കൊടുക്കണം. ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്. അതതുപോലെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല, എനിക്കും കുഴപ്പമില്ല, ദൈവത്തിനും കുഴപ്പമില്ല. അതാണ് ഏറ്റവും നല്ല പ്രവചനം എന്ന് പറയുന്നത്. അല്ലാതെ സുഖിപ്പിക്കലായിട്ടും മറ്റുള്ളതായിട്ടും മുഖം നോക്കിയൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും. നമുക്കറിയാമല്ലോ പ്രവാചകന്മാർക്കും പ്രവാചികൾക്കും പറ്റിയ അബദ്ധങ്ങളൊക്കെ. പണ്ടൊരു പെങ്കൊച്ചൊരു കൊച്ചിനെ കൊണ്ട് മടിയിൽ കൊച്ചിനെ വെച്ചിരുന്ന് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പ്രവാചകൻ തല തൊട്ട് പറഞ്ഞു, മോളെ നിനക്ക് ഈ സന്തതി മാത്രമല്ല വേറൊരു വാക്തത്വം കൂടെ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞു. സത്യത്തിൽ ആ കൊച്ചു കല്യാണം കഴിച്ചില്ല. ആ കൊച്ചു വേറെ രണ്ട് കൊച്ചിനെ എടുത്ത് മടി വെച്ചിരുന്നോണ്ട് ആരാധിക്കുകയായിരുന്നു. ഗ്ലോറി, മനസ്സിലാകുന്നുണ്ടോ? പിന്നെ പോയി ലെവലൊക്കെ അറിയത്തില്ല, എന്നിങ്ങനെ പോയതെന്നും അന്നും അറിയത്തില്ല. എന്തിനാ മാനുഷിക ബുദ്ധിയിൽ പറയുന്നേ? എന്തിനാ ഈ മാനുഷിക ബുദ്ധിയിൽ കിടന്നുകൊണ്ട് വട്ടം കറങ്ങണേ? ഒരിക്കൽ എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞതാ. അദ്ദേഹം എന്നോട് പറഞ്ഞതാ, ഞാന് ഒരു സഭയിൽ ചെന്നു, നല്ല വചനം കൊടുത്തു. എല്ലാം കഴിഞ്ഞപ്പം പാസ്റ്റർ അനൗൺസ് ചെയ്യുക, ഇനി ദൈവത്തിന്റെ ദൂത് കേൾക്കാനുള്ളവർ ദയവായിട്ട് വരിയായിട്ട് ഇവിടെ നിൽക്കുക, ദൈവദാസൻ ദൂത് പറയരുത്. അപ്പൊ പുള്ളിക്ക് ഒരു സംശയം, ഇതുവരെ പ്രസംഗിച്ചത് പുള്ളി എന്താണ്? ഇതുവരെ ശക്തമായിട്ട് ദൈവവചനത്തിൽ നിന്നും കൊടുത്തൊന്നും ദൂതല്ല, അടുത്ത് വന്നിട്ട് വ്യക്തിപരമായിട്ട് പറഞ്ഞെങ്കിൽ ദൂതാവത്തുള്ളൂ. പുള്ളിക്ക് അറിയത്തില്ല. പുള്ളി ആകെ വിഷമിച്ചു. എന്നിട്ട് അവ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ അവിടെ സംബോധന ചെയ്തിരിക്കുന്ന പ്രവാചകൻ എന്ന്. പണ്ടൊക്കെ പ്രവചിച്ചിട്ടുണ്ട്, പക്ഷെ എന്നും പറഞ്ഞു ഞാനൊരു പ്രവാചകനല്ല, തരുന്നത് ദൈവത്തിനവ് തരുന്നത് ഞാൻ പറയും. അത് മുഖത്ത് നോക്കി പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇവിടെ പുള്ളി നോക്കിയപ്പോൾ ഇങ്ങനെ നിൽക്കുവോ, വരിയായിട്ട് നിരയായി അണിനിര നീടുവിൻ എന്ന് പറഞ്ഞിടക്ക് ആൾക്കാരിങ്ങനെ നിരന്ന് നിൽക്കുക. ഓരോരുത്തരെ തലയെ കൈ വെച്ചിട്ട് ആദ്യം ഒരു പെങ്കൊച്ച് വന്ന് നിൽക്കുക, പെങ്കൊച്ച് ഭാര്യയും ഭർത്താവോട് വന്ന് നിൽക്കുക, രണ്ടുപേരും വന്ന് നിൽക്കുക. പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ പൊന്നളിയ ഇടിവെട്ട് പോലെ നിൽക്കുക, എന്തോ പറയും, എനിക്കൊന്നും പറയാനില്ല. അപ്പൊ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ പുള്ളി പറഞ്ഞു കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അന്ന കരഞ്ഞതുപോലെ, അതെല്ലാവരും കരയുമല്ലോ, അത് പുള്ളി ആ ഒരു വചനം എടുത്തിട്ട് അന്ന കരഞ്ഞതുപോലെ മകളെ രാത്രികളിൽ നീ കരയുന്നുണ്ട്, നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യാൻ പോവാ. പുള്ളി ഉദ്ദേശിച്ചത് എല്ലാവരും കരയുമല്ലോ, അത് കന്ന കരയുന്ന പോലെ ആണല്ലോ എല്ലാവരും കരയണേ. പക്ഷെ മീറ്റിംഗ് കഴിഞ്ഞപ്പോ പ്രാർത്ഥന കഴിഞ്ഞ് ആമേൻ പറഞ്ഞ ഉടനെ ആ സഹോദരി പറയുക, പാസ്റ്റർ പറഞ്ഞ ദൂതാണ് ഏറ്റവും വലിയ ദൂത്. എനിക്ക് വാക്തത്വം കൊണ്ട് ഇതുവരെ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടില്ല പാസ്റ്ററെ, പാസ്റ്റർ മാത്രമേ എനിക്ക് ദൂത് പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും ക്ലിയർ ആയിട്ട് അന്നയെ തൊട്ട് പറഞ്ഞത്. ഞാനും കരഞ്ഞ് രാത്രികളിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. പുള്ളി എന്താണ് പുള്ളി പ്രാർത്ഥിച്ചറിയാതെ അങ്ങ് പറഞ്ഞു പോയതാ. പക്ഷെ അതെന്ത് ചെയ്തു? പൊട്ടൻ മാവേൽ എറിഞ്ഞതുപോലെ കൊണ്ടു. സ്തോത്രം. ഞാൻ പറയട്ടെ, അതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ പ്രവചനം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പ്രവചനം എന്തിനു വേണ്ടിയുള്ളതാണെന്ന് അറിയാമോ? പ്രവചനം ഒരു വ്യക്തിയെ എന്തിനു വേണ്ടിയുള്ള? ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് പ്രവചനം. വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പോ ദൈവത്തിൽ നിന്നും ദൂത് വാങ്ങി മനുഷ്യരോട് സംസാരിക്കുന്നതിനെയാണ് പ്രവചനം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന പദങ്ങൾ എന്നൊക്കെ പറഞ്ഞിരുന്നത് സന്ദേശവാഹകൻ എന്ന നിലയിൽ നബി, അതുപോലെ തന്നെ മുതലായ ഒത്തിരി പദങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹീബ്രുവിലും ഗ്രീക്കിലുമായിട്ട് കുറെ പദങ്ങൾ ഈ പ്രവാചകന്മാരെ പറ്റി, അതുപോലെ തന്നെ അതിന്റെ ഉപദേശകന്മാരെ പറ്റി കൊടുത്തിരിക്കുന്നു. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, സന്ദേശവാഹകൻ. സന്ദേശം പറയുന്നവർ, ദൂത് പറയുന്നവർ, ദൂതുവാഹികൾ. ഇതൊക്കെയാണ് ആ പ്രവാചകന്മാർ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പം അപ്പോസ്തലന്മാരായിട്ട്, ചിലരെ പ്രവാചകന്മാരായിട്ട്. അപ്പം അടുത്തത് ഇവാഞ്ചലിസ്റ്റ്, ഇവാഞ്ചലിസ്റ്റ് ആയിട്ട്, അതായത് സുവിശേഷകന്മാരായിട്ട്. പ്രവാചകന്മാരെ പറ്റി നമുക്ക് അത്രമാത്രം നമുക്ക് അത് പറഞ്ഞാൽ മാത്രം മതി. നമുക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ പ്രവാചകന്മാരുണ്ട്, പുതിയ നിയമത്തിൽ പ്രവാചകന്മാരുണ്ട്.
ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകന്മാരെ നിയമിച്ചത് എന്തിനു വേണ്ടി അറിയാമോ? ദൈവത്തിൽ നിന്ന് പെട്ടുപോയ വ്യക്തികളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ ദൈവം പ്രവാചകന്മാരെ നിയമിക്കുകയുണ്ടായി. അപ്പോ ദൈവം പ്രവാചകന്മാരെ നിയമിച്ചിരിക്കുന്നത് കണിയാരെ പോലെ ഇന്ന അനുഗ്രഹം ഉണ്ടാകും, ഇന്നടത്ത് കുഴിയുണ്ട്, ഇന്നടത്ത് ആപത്തുണ്ടെന്ന് പറയാനല്ല, മറിച്ച് ദൈവത്തിൽ നിന്നും കണ്ണിവിട്ടുപോയവരെ ദൈവത്തിങ്കിലേക്ക് യോജിപ്പിക്കുവാനും ഒരു മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാനും മടങ്ങി വരവിലേക്ക് കൊണ്ടുവരുവാനും വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തത്? പ്രവാചകന്മാരെ നിയമിച്ചത്. സ്തോത്രം അല്ലേ? അപ്പൊ ഒരു മടങ്ങി വരവിന് വേണ്ടി ക്രിസ്തുവിലായിട്ടുള്ളവർക്ക് ഒരു മടങ്ങി വരവിന്, പുറത്തല്ല പ്രവചനം, അകത്താണ് പ്രവചനം. അപ്പം അകത്തുള്ളവരെ എന്ത് ചെയ്യുക? മനസാന്തരത്തിലേക്ക് കൊണ്ടുവരിക അല്ലെ? കുശവന്റെ കയ്യിരിക്കുന്ന പാത്രം എന്ത് ചെയ്തു? ചീത്തയായി പോയി. ഞാനൊരു പാട്ട് ആൽബം ഇപ്പൊ പാടിയിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് അത് കേട്ടു എന്ന് എനിക്കറിയത്തില്ല. ഉടഞ്ഞു പോയൊരു മൺപാത്രം ഞാൻ. കേൾക്കണേ, ഉടഞ്ഞു പോയൊരു മൺപാത്രം ഞാൻ. സീനായി ഗോസ്പൽ മിനിസ്ട്രി എന്നുള്ളൊരു മിനിസ്ട്രിയിൽ, ഒരു മിനിസ്ട്രിയുടെ ഒരു ചാനലില്, യൂട്യൂബ് ചാനലില് ആ പാട്ട് കിടപ്പുണ്ട്. ഉടഞ്ഞു പോയൊരു മൺപാത്രം ഞാൻ. വേണമെങ്കിൽ എഴുതി അടിച്ചോ, യൂട്യൂബിൽ ഉടഞ്ഞു പോയൊരു മൺപാത്രം ഞാൻ എന്നൊരു പാട്ട് ഞാൻ ആൽബത്തിൽ പാടിയിട്ടുണ്ട്. ദയവായിട്ട് ഇതിനകത്ത് ഇരിക്കുന്നവർ അത് കാണണം. ഇപ്പൊ കാണരുത് ആരും. എന്നാ പിന്നെ പാസ് ഉടഞ്ഞു പോയത് മൺപാത്രം പറഞ്ഞില്ലേ, ഇപ്പൊ കണ്ടിരിക്കാം എന്ന് പറഞ്ഞാലും ഇപ്പൊ നോക്കരുത്. ഇത് കഴിഞ്ഞിട്ട് പ്ലാറ്റ്ഫോമിലുള്ളവര് ദയവായിട്ട് അതില് നിങ്ങൾ കയറണം. നിങ്ങൾ ആ പാട്ട് ശ്രദ്ധിക്കണം. ആ പാട്ട് അനുഗ്രഹപ്പെട്ട ഒരു പാട്ടാണ്. അനുഗ്രഹമേറിയ എല്ലാവരും നല്ല കമന്റ്സുകൾ ഇട്ട നല്ലൊരു അർത്ഥവത്തായ ഒരു പാട്ട് പാടാൻ ഈ എളിയവനായി എനിക്ക് ഭാഗ്യമുണ്ടായി. ഉടഞ്ഞു പോയൊരു മൺപാത്രം ഞാൻ. കുറിച്ചിട്ട് കൊള്ളുക, ഉടഞ്ഞു പോയൊരു മൺപാത്രം ഞാൻ. ഓക്കെ, അപ്പം അതിനു വേണ്ടിയാണ്, മടങ്ങി വരവിന് വേണ്ടിയുള്ള ഒരു സന്ദേശമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു മടങ്ങി വരവിന്റെ സന്ദേശമാണ്. ഓക്കെ, അപ്പൊ പ്രവാചകന്മാരെ അതിനു വേണ്ടിയാണ് കർത്താവ് നിയമിച്ചിരിക്കുന്നത്. അടുത്തത് സുവിശേഷകൻ അല്ലെ? സുവിശേഷകൻ പറഞ്ഞാട്ടെ, ഇവാഞ്ചലിസ്റ്റ്. സുവിശേഷകൻ. ഇനി ഈ സുവിശേഷകൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഞാൻ പണ്ട് ഒരു വാക്ക് ഇങ്ങനെ പറയും, സുവിശേഷ വേലയ്ക്ക് വെളിയില്ലാത്തവൻ സുവിശേഷ വേല ചെയ്യാതിരിക്കുന്നത് തന്നെ വലിയൊരു സുവിശേഷ വേലയാണ്. പിടികിട്ടിയില്ല? നിങ്ങളൊന്ന് പറഞ്ഞേ. സുവിശേഷ വേലയ്ക്ക് വെളിയില്ലാത്തവൻ സുവിശേഷ വേല ചെയ്യാതിരിക്കുന്നത് തന്നെ വലിയ ഒരു സുവിശേഷ വേലയാണ്. ഗ്ലോറി. അത്രയും പറഞ്ഞ് ഞാൻ അവിടെ നിർത്തട്ടെ. അപ്പോ സുവിശേഷകൻ അല്ലേ, അവൻ എന്നാ നോക്കണേ, എല്ലാരെയും ഇല്ല, ചിലരെ, എല്ലാരെയും ഇല്ല. ഞാൻ കൂടെ എല്ലാരും അപ്പോസ്തലന്മാരാണോ? അല്ല, ചിലര് ഉപദേഷ്ടാക്കന്മാരായും. എല്ലാവരും അപ്പോസ്തലന്മാരല്ല. ഒരു സഭയിൽ എല്ലാവരും അപ്പോസ്തലന്മാരല്ല. എല്ലാവരും പ്രവാചകന്മാരും അല്ല, അല്ലെ? എല്ലാരും ഉപദേഷ്ടാക്കന്മാരും അല്ല. ഞാന് ഒരു സഭയിൽ ചെന്നപ്പോ അവിടെ എല്ലാവരും പ്രവാചകന്മാരും പ്രവാചികളോ. എനിക്ക് സന്തോഷം ഉണ്ടായി സത്യത്തിൽ. ഒരു കാര്യം കണ്ടപ്പോ സന്തോഷമായി. പക്ഷേ എല്ലാവരും പ്രവാചകന്മാരും എല്ലാവരും എൻ്റെ അടുത്ത് പ്രത്യേകം നിർത്തി അങ്ങ് ദൂത് പറയും. ഓരോരുത്തരോരുത്തർ പറഞ്ഞു ദൂത്. സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു, ദൂത് കേൾക്കാൻ അവിടെ പോയാൽ മതി എന്ന്. സ്തോത്രം. ഇവിടെ ഓരോരുത്തർ പൈസയും കൊണ്ട് കിടക്കുക ദൂത് കേൾക്കാൻ. പക്ഷെ ഞാൻ ആ സഭയിൽ നിന്ന് കയറിയപ്പോ കുഞ്ഞുങ്ങൾ വരാനെ പിടിച്ചതിന്, അങ്ങളെ ദൈവാത്മാവ് ഇങ്ങനൊരു ദൂത് കാണിച്ചു. ആന്റിമാരും അതുപോലെ തന്നെ അവിടുത്തെ അപ്പച്ചന്മാര് സഹിതം. എനിക്ക് അതാണ് വലിയ ഇഷ്ടം. ഒരു അപ്പച്ചന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, പല കണ്ട് കുലുകൂലിക്കിട്ട് ഒരു ദൂത്. പെട്ടെന്ന് ഒരു അന്യഭാഷയൊക്കെ പറഞ്ഞു. ഞാൻ പേടിച്ചു പോയി. ഒരു അന്യഭാഷയൊക്കെ കിടുകിടാന്ന് ഒരു അന്യഭാഷയും പറഞ്ഞിട്ട് പെട്ടെന്ന് രണ്ടു ദൂതൊക്കെ പറഞ്ഞു. സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷെ എല്ലാരും പ്രവാചകന്മാരല്ല. അപ്പൊ ചിലരെ, ആ പദം നിങ്ങൾ മനസ്സിലാക്കണം, ചിലരെ, എല്ലാവർക്കും ഇല്ല, ചിലരെ മാത്രം. സ്തോത്രം. അപ്പൊ ചിലരെ പ്രവാചകന്മാരായിട്ട്, ചിലരെ സുവിശേഷകന്മാരായിട്ട്, ഇവാഞ്ചലിസ്റ്റ് ആയിട്ട്. അപ്പൊ നമ്മൾ പഠിച്ചു, സുവിശേഷ വേലയ്ക്ക് വെളിയില്ലാത്തവന്റെ സുവിശേഷ വേല ചെയ്യാതിരിക്കുന്നത് തന്നെ വലിയ ഒരു സുവിശേഷ വേലയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് സുവാർത്താവാഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തോട് സത്വർത്തമാനം, ഗുഡ് ന്യൂസ്, നല്ല വാർത്ത അറിയിക്കുന്ന വ്യക്തി. മനസ്സിലാകുന്നുണ്ടോ? ഗുഡ് ന്യൂസ്. ഗുഡ് എന്ന് പറഞ്ഞാൽ ആര്? യേശു അല്ലെ? ന്യൂസ് എന്ന് പറഞ്ഞാൽ സുവിശേഷം. നടുക്ക് കിടക്കുന്ന ക്രൂശിൽ അവിടെ കിടക്കുന്ന ക്രിസ്തു, അതാണ് ഗുഡ് അല്ലെ? ആ ന്യൂസ് നമ്മൾ ലോകത്തോട് അറിയിക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അപ്പം നോക്കണേ, നല്ല വാർത്ത.
സകല ജനത്തിനും ഉണ്ടാകുന്ന ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. അല്ലേ? ആ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ആര് ജനിച്ചിരിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ? ക്രിസ്തു. ഇപ്പൊ ക്രിസ്മസ് കഴിഞ്ഞേ ഉള്ളൂ അല്ലേ? കരോൾ കാര്യാദികളെല്ലാം ക്രിസ്തുവിനെ മാറ്റി നിർത്തിയുള്ള പ്രവൃത്തി. അപ്പോ ഈ ചെല്ല് പറയാറുണ്ട്, കരോള് നമ്മുടെ സമുദായത്തിന് ചേരുന്നതാണോ? കരോള് സത്യത്തിൽ സുവിശേഷം അറിയിക്കാൻ പറ്റിയൊരു മേഖല അത് തന്നെയാണ് അല്ലേ? നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് പബ്ലിക്കായിട്ട് പറഞ്ഞുകൂടാ. പലയിടങ്ങളിലും നിർത്തലാക്കിക്കൊണ്ടിരിക്കുക, സഭകൾ നിർത്തലാക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ പല സ്റ്റേറ്റുകളിലും സഭകൾ ബാൻ ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? കഴിഞ്ഞിടയിൽ ഇപ്പൊ ഇന്നലെ തന്നെ വിജോറി സാറിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് വോയിസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് പോകുന്ന ഞാൻ കണ്ടു. കാരണം സഭകൾക്ക് വളരെ രീതിയിലുള്ളതായ പീഡനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദേവദാസന്മാർക്ക് നോർത്ത് ഈസ്റ്റ് സൈഡുകളിലൊക്കെ, നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ രീതിയിലുള്ളതായ പീഡനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാന് കഴിഞ്ഞ മാസം ഡിസംബർ മാസത്തിൽ ഞാൻ മുംബൈയിൽ കടന്നുപോയി. മുംബൈയിൽ കടന്നു ചെന്നപ്പോൾ എനിക്കൊരു കാര്യം, മുംബൈയിൽ സൂറത്തിൽ പോയി, അതുപോലെ തന്നെ വാപ്പിയിൽ പോയി, വസായില്. ഇപ്പൊ ഞാൻ അവിടെയൊക്കെ ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ച ഇതാണ്. പല സഭകൾക്കും പബ്ലിക്കായിട്ട് ആരാധന നടത്താൻ പറ്റാത്ത രീതിയിൽ അതിനെ ബാൻ ചെയ്തിരിക്കുക, അതിനെ മാറ്റി വെച്ചിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? സുവിശേഷത്തിന് വിരോധമായി നിൽക്കുക. പിന്നെ കുറച്ച് മലയാളികൾ മാത്രം കൂടിയിട്ട് അവർ ആരാധിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ അടുത്ത് എന്നിട്ട് നിങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ ജാക്കോജനാണോ, നിങ്ങൾ മറിയാമയാണോ? കാരണം അങ്ങനെ പേരുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഇരുത്തിയ ആരാധിപ്പിക്കുന്നുള്ളൂ. ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴവനെ പൊക്കുക, ആ സഭ എപ്പോഴും അടയ്ക്കുക. അപ്പം അങ്ങനെയുള്ള തലങ്ങളിലൊക്കെ വന്നിരിക്കുമ്പം നമ്മളെ പണ്ടത്തെ പോലെ സുവിശേഷം അറിയിക്കാൻ പറ്റാത്ത കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ കിട്ടിയിരിക്കുന്ന ഭാഗ്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു മെഗാഫോണും എടുക്കും, പാസ്റ്റർമാർ രാവിലെ ഇറങ്ങും, എല്ലായിടത്തും പോയി പച്ചയ്ക്ക് കോളാമ്പി വെച്ച് ചെയ്യുന്നു സുവിശേഷം 4 കവലകളിൽ നിന്നുകൊണ്ട്, ചന്തസ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് അറിയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാനുള്ള ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ച് ആർക്ക്? നമുക്ക് എന്ത് കിട്ടേ? അതിന്റെ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ഈ രക്ഷാ സന്ദേശം അറിയിക്കാനുള്ളതായിട്ടുള്ള ഭാഗ്യം. സുവിശേഷകൻ, എന്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷം എല്ലാവർക്കും അറിയിക്കാൻ പറ്റുന്ന ഒരു ദൂതാണ്. അപ്പോ ഇവിടുത്തെ ഈ സുവിശേഷകന്മാരായിട്ട് ദൈവം തെരഞ്ഞെടുത്തിരിക്കുക. എന്തിനു വേണ്ടിയാ? സുവാർത്താ സന്ദേശം, യേശുക്രിസ്തുവിന്റെ സുവാർത്താ സന്ദേശം അറിയിക്കുന്നതിന് വേണ്ടി. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഇവിടെ നോക്കുക, നമുക്ക് ഇതിനകത്ത് ഇപ്പം സുവിശേഷകൻ എന്ന 3 പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തിയില്, എഫെസ്യ ലേഖനത്തില്, 2 തീമോഥെയോസില്. മനസ്സിലാവുന്നുണ്ടോ? 3 പ്രാവശ്യം സുവിശേഷകൻ എന്ന പുതിയ നിയമത്തിൽ കൊടുത്തിട്ടുണ്ട്. അവർ തന്നെ ക്രിസ്തുവിനെയും ക്രിസ്തുവിൽ വീണ്ടെടുപ്പിൻ കൃപയെയും ദൈവത്തിൻ്റെതായിട്ടുള്ള നീതിയെയും വരച്ചു കാട്ടുന്ന ഒരു പ്രത്യേക കൃപയാണ് സുവിശേഷകന്മാരിൽ ദൈവം നൽകിയിരിക്കുന്നത്. ആ ദൗത്യമാണ്. മനസ്സിലാവുണ്ടോ? സുവിശേഷം എന്ന് പറയുന്നത് ഒരു അൺഫിനിഷ്ഡ് ടാസ്ക് ആണ്. എല്ലാവരും പറഞ്ഞേ, അൺഫിനിഷ്ഡ് ടാസ്ക്, അതായത് പൂർത്തീകരിക്കാത്ത ദൗത്യം. അപ്പോസ്തലന്മാർക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല, ശിഷ്യന്മാർക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. നാളിപ്പോൾ 2024 പ്രവേശിച്ചിരിക്കുമ്പോൾ ഇതുവരെ ലോകത്തിൽ എമ്പാടും സുവിശേഷം എത്തിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഇത്രയും പബ്ലിക്കായിട്ട് മീഡിയ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, മൊബൈൽ തരംഗം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്റർനെറ്റ് ഓൺലൈൻ സംവിധാനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും സുവിശേഷം കിട്ടാത്ത പല മേഖലകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ വീണ്ടും തൊട്ടടുത്തുള്ളവർക്ക് യേശു ആരാന്ന് അറിയത്തില്ല. പണ്ട് ഞങ്ങൾ കുറെ ദൈവാസന്മാര് ഞങ്ങളുടെ അവിടെ ചുറ്റുവട്ടത്തെ ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക ഏരിയയിൽ ഞങ്ങൾ ഇങ്ങനെ സുവിശേഷ പ്രവർത്തനമായിട്ട് ഇവാഞ്ചലിസം വർക്കായിട്ട് കടന്നുപോയി. അവിടെ ചെന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങള് യേശുവിന്റെ ആൾക്കാരാണ്, യേശുവിനെ പറ്റി പറയാൻ വേണ്ടി വന്നതാ. ഉടനെ 2-3 പേര് ഇറങ്ങി വന്നിട്ട്, ഈ പറയുന്ന യേശു നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടോ എന്ന് അവർ ചോദിക്കുകയാണ്. ഈ പറഞ്ഞ യേശു എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞു യേശു വന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ആ യേശു ഞങ്ങളുടെ ഹൃദയത്തിലാന്ന് പറഞ്ഞു. അവിടെ നിന്നുകൊണ്ട് ഒരു പക്കാ സുവിശേഷം വേറെ പറഞ്ഞു, അത് വേറെ വിഷയം. പക്ഷെ അവർക്കും അറിയത്തില്ല. അവർ ചോദിക്കുന്ന യേശു എന്ന് പറഞ്ഞത് നമ്മുടെ കൂടെ വന്ന ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നൽകിയിരിക്കുന്ന സുവിശേഷകന്മാരായിട്ട്. പിന്നെ 4മതായിട്ട് എന്താണ്? പാസ്റ്റേഴ്സ്, അതായത് ഇടയന്മാരായിട്ട്, അല്ലേ? 4മതായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇടയന്മാര്. അപ്പോ പരിശുദ്ധാത്മാവിനാൽ നിയോഗം പ്രാപിച്ചവരാണ് ഇടയന്മാർ, അല്ലേ?
അപ്പോ സഭയെ ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് എന്താണ് പോറ്റി വളർത്തുക എന്നതാണ് ഇടയന്റെ ധർമ്മം എന്ന് പറയുന്നത്. സഭയെ എന്ത് ചെയ്യുക? ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് വളർത്തുക എന്നുള്ളതാണ് ഇടയന്റെ ദൗത്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ചിലരെ ഇടയന്മാരായിട്ട് ഇപ്പൊ ഇടയനാണെങ്കിൽ എന്ത് വേണം? ആട് വേണം, അല്ലെ? ആട് വേണം. എങ്ങനത്തെ ഉള്ള ഇടയനായിരിക്കണം? നല്ല ഇടയനായിരിക്കണം. എല്ലാരും പറഞ്ഞേ, നല്ല ഇടയനായിരിക്കണം. ആടിന്റെ പാല് മാത്രം കറക്കാനിരിക്കുന്ന ഇടയനല്ല, മറിച്ച് ആടിന് എന്തെങ്കിലും നൽകുന്ന ഇടയനായിരിക്കണം. ഇനി 100 ആടുണ്ടെങ്കിൽ അതിൽ ഒന്ന് കാണാതെ പോയി കഴിഞ്ഞാൽ അതങ്ങ് പോട്ടെ, കുഴപ്പമില്ല, ഞാനും കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആ കുടുംബം അങ്ങ് പോയത് ഗ്ലോറി എന്ന് പറഞ്ഞിരിക്കുന്ന ഇടയനല്ല. എന്താണ്? ഈ 99നെയും അവിടെ വെച്ചിട്ട്, കാരണം ഭൂരിപക്ഷമുണ്ട്, അവരെ അവിടെ വെച്ചിട്ട് ഒന്നിനെ തിരക്കി ഇറങ്ങുന്നതാണ് യഥാർത്ഥ ഇടയൻ. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ 99 ഒരെണ്ണം പോയപ്പോൾ ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആ കുടുംബം ഒരു വല്ലാത്ത കുടുംബമായിരുന്നു, അവരങ്ങ് പോയി കിട്ടിയല്ലോ, വലിയ ഉപകാരം എന്നല്ല പ്രിയപ്പെട്ടവരെ. അതും ഇതിന്റെ ഒരു ശൃംഖലയിൽപ്പെട്ടതാണ്. അതാണ് നല്ല ഇടയന്റെ പ്രത്യേകത. മനസ്സിലാകുന്നുണ്ടോ? അപ്പം കാണാതെ പോയതിനെ എന്ത് ചെയ്യണം? തെരഞ്ഞു രക്ഷിക്കണം. അപ്പം ഇടയനെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അത് 23-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, യഹോവ എന്റെ ഇടയനാകുന്നു. അപ്പം നല്ല ഇടയനെ പരിചയപ്പെടുത്തിയിട്ട് സഭയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. സഭയ്ക്കും ഒരു ഇടയനുണ്ട്, സഭയ്ക്കും ഒരു പാസ്റ്റർ ഉണ്ട്, ഇടയനുണ്ട്. ഇടയനല്ല, ഇടയൻ. മനസ്സിലാകുന്നുണ്ടോ? ഇടയന്മാരെല്ലാരും ഉണ്ട്, ഇടയന്മാരില്ല. ഒരിക്കൽ ഒരു ദൈവദാസന്റെ അടുത്ത് ഒരു മീറ്റിങ്ങിന് ഞാൻ കടന്നുപോയി. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ വലിയൊരു സഭയാണ്, 500 പേര് കൂടുന്ന ഒരു സഭയാണ്, എല്ലാം ഉണ്ട്. അപ്പം മോളെ MBBS പഠിപ്പിച്ചു, മോനെ എന്റെ ഹൈടെക് ആയിട്ട് വേറെ ഏതോ ഒരു കോഴ്സിൽ പഠിപ്പിച്ച് തീരാറായി. ആ ദൈവദാസൻ എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, ഇടയൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ പൊന്നു ദൈവദാസനെ, നിങ്ങൾ മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലേലും എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗതിയായി ഇതൊന്ന് മാറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ നാണം കെട്ട പരിപാടിക്ക് ഞാൻ നിൽക്കത്തില്ല. ഹലോ, സ്തോത്ര കാഴ്ചയും ദശാംശവും കൊണ്ട് വയറ് നിറച്ച് ജീവിച്ച് അതുകൊണ്ട് മാത്രം വളർന്നു വന്ന ശരീരമുള്ള ഒരു ദൈവദാസന്റെ നാവിൽ നിന്ന് ഞാൻ കേട്ട കാര്യമാണ്. എന്റെ കൊച്ചുങ്ങൾ അക്കരെയൊക്കെ എത്തി നല്ലൊരു ഗതിയായി പിന്നെ ഈ നാണം കെട്ട പരിപാടി, പുള്ളിക്ക് വേണമെങ്കിൽ പറയാം, എന്റെ കുഞ്ഞുങ്ങൾ നല്ലൊരു ഗതിയായി കഴിഞ്ഞാൽ ദൈവദാസനെ ഒരു വിശ്രമ ജീവിതമൊക്കെ നമുക്ക് വേണ്ടേ, ഞാൻ സഭയിൽ നിന്നൊക്കെ വിരമിച്ച് പിന്നെ ഒരു കുറച്ചു കാലം അങ്ങനെ പറഞ്ഞു, എത്രയോ സന്തോഷം, ഞാനത് ഏറ്റെടുത്തേനെ. പക്ഷെ പുള്ളി എന്റെ മുഖത്ത് നോക്കി എന്റെ അടുത്ത് പറഞ്ഞൊരു വാചകമാണ്, ഈ നാണം കെട്ട പരിപാടിക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇടയൻ എന്ന് പറയുന്നത് ഒരു നാണം കെട്ട പരിപാടിയാണ്. അതെ, അക്ഷരാർത്ഥത്തിൽ സ്ഥിരസ്ഥായിട്ട് ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ അത് ഏറ്റെടുക്കുന്നു. നാണം കെട്ട പരിപാടിയാണെങ്കിൽ പോലും നാണക്കേട് കൂടാതെ അത് ചെയ്തു കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രതിഫലമുണ്ട് പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ എത്ര പേര് ചേർന്ന് കർത്താവിന് നന്ദി പറയാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. അപ്പോ നോക്കണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഈ കാലഘട്ടങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിന്റെ ലെവലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് ഇടയന്മാരെ കുറിച്ചുള്ള, ഇടയന്മാർക്ക് ലഭിച്ചിരിക്കേണ്ടുന്നതായിട്ടുള്ള ശുശ്രൂഷ മണ്ഡലങ്ങളെ കുറിച്ചും ഇവിടെ കൊടുത്തിരിക്കുന്നു. എന്താണ്? മേയ്ക്കുക. ആടുകൾ എന്ത് ചെയ്യാ? മേയ്ക്കുക, അല്ലേ? പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തും, സ്വസ്ഥയുള്ള വെള്ളത്തിലേക്ക് അവനെ നയിക്കുന്നു, അല്ലേ? എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പം മേയ്ക്കണം. ഇടയന്റെ ഡ്യൂട്ടിയാണ് ഒന്നെന്ത് ചെയ്യണം? മേയ്ക്കണം. മേയ്ക്കണം. മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തി ആടിനെ കൊണ്ടുപോയി നല്ല പോലെ മേയ്ക്കണം. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു ദൈവദാസൻ പറഞ്ഞത്, ഞങ്ങളുടെ മേച്ചിൽപ്പുറങ്ങൾക്ക് വേണ്ടി എന്റെ ആടുകളെ മേയ്ക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദൈവദാസന്മാരെ പുറത്തുനിന്ന് വരുത്താറുണ്ടെന്ന്. മനസ്സിലാറുണ്ടോ? അവർക്ക് നല്ല നല്ല ഇളം പുല്ലുകൾ കൊടുക്കാൻ വേണ്ടി പുറത്തുനിന്ന് ഞാൻ എന്ത് ചെയ്യും? ദൈവദാസന്മാരെ വിളിച്ച് എന്ത് ചെയ്യും? മേയ്ക്കും. ഗ്ലോറി. അതങ്ങനെ കിടക്കട്ടെ. അപ്പൊ മേയ്ക്കുക. രണ്ടെന്ന് പറഞ്ഞത് തെറ്റ് തിരുത്തുക. ഇടയന്റെ ഡ്യൂട്ടിയാണ്. രണ്ടാമതാണ് തെറ്റ് തിരുത്തുക, അല്ലെ? തെറ്റ് തിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതില് ഇപ്പം
ഒരു ഇടയന്റെ ഒരു പ്രത്യേകത, വീട്ടിൽ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് ആദ്യം ഇടയൻ ഒറ്റയ്ക്ക് പോയി എന്ത് ചെയ്യണം? 4 ചുവരുകൾക്കുള്ളിൽ അതിനെ ഒതുക്കണം. ഇനി അതിൽ ഒതുങ്ങിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയിൽപ്പെട്ട, അറിയപ്പെട്ട, അപ്പുറത്തിപ്പുറത്തും കൊണ്ട് കൊടുക്കുന്നവരെയല്ല, സ്ട്രോങ് ആയിട്ടുള്ള ഒരു 2-3 പേരെ കൂടെ കൊണ്ടുപോയിട്ട് പറഞ്ഞെന്ത് ചെയ്യണം? അതിനെ തിരുത്തണം. ഇനി അതിനും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സഭയായിട്ട് പൊതുവായിട്ട് പറഞ്ഞ് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഈ 3 കാര്യത്തിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ ചൊല്ലിക്കൊട്, നുള്ളിക്കൊട്, തല്ലിക്കൊട്, തള്ളിക്കള. ലോറി മനസ്സിലാകുന്നുണ്ടോ? ഈ 3 മണ്ഡലങ്ങളിൽ കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. അപ്പോ തെറ്റ് എന്ത് ചെയ്യണം? തെറ്റുകൾ വരാറുണ്ട്, മാനുഷികമായ തെറ്റുകൾ പല വ്യക്തികൾക്ക് വരാറുണ്ട്. അപ്പൊ ആ തെറ്റിനെ തിരുത്തി കൊടുക്കണം, അല്ലെ? തെറ്റുകളെ തിരുത്തി കൊടുക്കുക. പിന്നെ പ്രബോധിപ്പിക്കണം. ഇടയന്റെ ഡ്യൂട്ടിയാണ്. ഇടയൻ എന്ത് ചെയ്യണം? പ്രബോധിപ്പിക്കണം. പ്രബോധനം, അല്ലേ? ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ ആരാധന ബുദ്ധിയുള്ള ആരാധന, പൗലോസ് ശ്ലീഹ പറയുന്നത് പ്രബോധിപ്പിക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ശാസിക്കണം. എന്ത് ചെയ്യണം? ശാസിക്കണം, അല്ലെ? എങ്ങനെ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശത്രുവിന്റെ സകലവരത്തെ ഞാൻ ശാസിക്കുന്നു, പിശാചേ. അതല്ല, സ്തോത്രം. ശാസിക്കണം. ഓക്കെ. അതുപോലെ തന്നെ ആശ്വസിപ്പിക്കണം. എന്ത് ചെയ്യണം? ആശ്വസിപ്പിക്കണം, അല്ലേ? ശാസിക്കുക മാത്രമല്ല, അടിക്കുകയും ചെയ്യണം, അണയ്ക്കുകയും ചെയ്യണം. അതാണ് ദൂത്, അല്ലേ? അപ്പൊ നമ്മൾ ശാസിച്ച് മാത്രം നിർത്തിയാൽ പോരാ. ശാസിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ആശ്വസിപ്പിക്കണം, അല്ലേ? അതുപോലെ തന്നെ ആടുകളുടെ ക്ഷേമം അന്വേഷിക്കണം. ആടുകളുടെ ക്ഷേമം അന്വേഷിക്കണം. ആടുകൾ അവർക്ക് പച്ചക്കറിയൊക്കെ കിട്ടുന്നുണ്ടോ? വല്ലതും കഴിച്ച് കിടക്കുന്നുണ്ടോ? അതോ ചൂടുവെള്ളം മാത്രമേ ഉള്ളൂ? അവർക്ക് എങ്ങനെയുണ്ട് അവരുടെയൊക്കെ സ്ഥിതിഗതികൾ? പേഴ്സണൽ ലോണൊക്കെ എടുത്ത് ആകെ കറങ്ങിയിരിക്കുമല്ലേ? അപ്പം അതിലൊക്കെ അടവ് നടക്കുന്നുണ്ടോ? EMI ഒക്കെ അടയ്ക്കുന്നുണ്ടോ? അപ്പോ ക്ഷേമം എന്ത് ചെയ്യണം? അന്വേഷിക്കണം. അതുപോലെ തന്നെ ആത്മീക ആഹാരം നൽകി അവരെ എന്ത് ചെയ്യണം? പോറ്റി പുലർത്തണം. ആത്മീക ആഹാരം നൽകി പുലർത്തണം. ആത്മീക ആഹാരങ്ങൾ നൽകണം. ആത്മീക ആഹാരം കൊടുക്കണം. മനസ്സിലാകുന്നുണ്ടോ? ആത്മീക ആഹാരം നൽകി അവരെ എന്ത് ചെയ്യണം? പോറ്റി പുലർത്തണം. അതുപോലെ തന്നെ ദുരുപദേശങ്ങളിൽ നിന്നും, വചനവിരുദ്ധമായ വഴികളിൽ നിന്നും വിശ്വാസികളെ എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ദുരുപദേശങ്ങളിൽ നിന്നും, വചന വിപരീതമായിട്ടുള്ള വഴികളിൽ നിന്നും വിശ്വാസികളെ എന്ത് ചെയ്യണം? കാത്ത് സൂക്ഷിക്കണം. മനസ്സിലാകും? ഇപ്പൊ കൾട്ട് ഗ്രൂപ്പുകൾ ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട്. നിസാര വാക്കുകൾ പറഞ്ഞ് കൊത്തിക്കൊണ്ട് അങ്ങ് പോകും. ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. ഈ മുളങ്കാട്ടി പോയി, നിങ്ങൾക്കറിയാം, മുളങ്കാട്ടിൽ ഈറക്കാട്, മുളങ്കാട്, അവിടെ പോയിട്ട് അത് വെട്ടിക്കൊണ്ട് വരാൻ ഭയങ്കര പാടാണ്. ആണോ അല്ലയോ? ഇതിനകത്ത് ഇരിക്കുന്നവരൊന്ന് പറഞ്ഞാട്ടെ, നിങ്ങളൊന്ന് മിണ്ടാതിരിക്കുന്നു. കൈ മുറിയും, കാല് മുറിയും, അല്ലേ? എന്തെല്ലാം പാട് പെട്ടാണ് അവിടെ നിന്ന് അത് വെട്ടിക്കൊണ്ടുവന്ന് ചീകി റെഡിയാക്കി അതിന്റെ മുട്ടമെല്ലാം വെട്ടി നമ്മുടെ ടെമ്പോയ്ക്കകത്ത് കയറ്റി അതിനെ അങ്ങോട്ട് കയറ്റി വെച്ചാൽ ഊരിക്കൊണ്ടു പോകാൻ എന്താണ്? എളുപ്പമാണ്, അല്ലേ? കാട്ടിപ്പോയി മുള വെട്ടാൻ ഭയങ്കര പാടാ. റിസ്ക് എടുക്കാൻ ആർക്കും തയ്യാറല്ല. വെട്ടി വണ്ടിക്കകത്ത് കയറ്റി വെച്ചാൽ പിന്നെ ഉപദേശം കൊണ്ടുവരും. നിങ്ങൾ അവിടെ സഭയിൽ നിൽക്കല്ലേ, നിങ്ങൾ അവിടെ പോകല്ലേ. ഞങ്ങളാണെങ്കിൽ നേരിട്ട് കർത്താവിനെങ്കിലേക്ക് സ്വർഗത്തിലേക്ക് 2 ഏണി ഇങ്ങനെ ക്രമീകരിച്ച് വെച്ചിരിക്കുക. ഇവിടെ വന്നാൽ നിങ്ങൾ അവിടെ ചവിട്ടുന്നതിനും കാട്ടി പെട്ടെന്ന് കയറി അങ്ങ് പോകാം. അങ്ങനെ പെട്ടെന്ന് കയറ്റുന്ന ഒന്നുമില്ല. അവനെ കൈക്കൊണ്ട പരിണാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിട്ടുണ്ട്. ദുരുപദേശങ്ങളിൽ പെട്ടുപോകരുത് പ്രിയപ്പെട്ടവരെ. വചനവിരുദ്ധമായിട്ടുള്ള ഞങ്ങളുടെ സഭ മാത്രമേ ഉള്ളൂ. അതാരുടെ പദ്ധതിയാ? പിശാചിന്റെ പദ്ധതിയാ. ഞാൻ എന്നുള്ള പദം വരുന്നത് മൊത്തവും എന്താണ്? സ്വയനീതി പറഞ്ഞാട്ടെ. സ്വയനീതിയാണ്. എന്താണ്? പരീക്ഷ എങ്ങനെ പ്രാർത്ഥിച്ചത്? കർത്താവേ, ഞാനെല്ലാം കൊടുക്കുന്നുണ്ട്, നല്ല കാര്യം, ഞാനെല്ലാം ചെയ്യുന്നുണ്ട്, പിന്നെ എന്നെ പോലെ ഒരു വ്യക്തി വേറെ ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ദാണ്ടെ പുറകെ വെട്ടത് ഇപ്പോൾ അവനെ പോലെ അല്ലായികയാൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പലരും സഭ എന്നോട് സ്തോത്രം ചെയ്യുന്നത് അങ്ങനെയാണ്. കർത്താവെ, ഞാൻ അവനെ പോലെ അല്ലാകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഗ്ലോറി. അടിവേര് കർത്താവ് തോട്ടും. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയാനും പോലാണ്. പലരും ഇങ്ങനെ പറയുന്നു. അപ്പൊ ചുങ്കക്കാരൻ അവിടെ നിന്നുകൊണ്ട് എന്താ വിളിച്ചത്?
കർത്താവിന് മാറത്തൊരൊറ്റ അടി, നിന്റെ മുഖത്തോട്ട് നോക്കി ഒറ്റ വിളി, കർത്താവെ നിന്റെ മുഖത്ത് നോക്കാൻ പോലും ഞാൻ എന്തല്ല, യോഗ്യനല്ല. വചനം ഇങ്ങനെ പറയുന്നു, അവൻ നീതീകരിക്കപ്പെട്ടവനായിട്ട് അവിടെ നിന്ന് പോയി. മറ്റവനോ സ്വയം നീതി, ഞങ്ങൾ മാത്രം ഈ സഭയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയുണ്ട്, ഈ സഭയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുണ്ട്, നിങ്ങൾക്ക് അവിടെ അത് 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 ഭൂതങ്ങളുടെ മേശയാണ്, അത് അങ്ങനെയാണ്. നോ, നെവർ. ആർക്കും കർത്താവ് അധികാരം കൊടുത്തിട്ടില്ല. സ്തോത്രം, സ്തോത്രം. വിളിച്ചു വേർതിരിക്കപ്പെട്ടവരെ കൂട്ടമാണ് ദൈവസഭയെങ്കിൽ, ദൈവസഭയെ പറ്റിയാണ് നമ്മൾ ഈ എഫെസ്യ ലേഖനത്തിൽ പഠിക്കുന്നുണ്ടെങ്കിൽ, സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്, സഭ ക്രിസ്തുവിന്റെ ആലയമാണ്. അങ്ങനെ ഓരോന്നോരോന്ന് പഠിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ദുരുപദേശങ്ങളിൽ പെട്ടുപോകല്ലേ പ്രിയപ്പെട്ടവരെ. ഒരു ഉപദേശങ്ങൾ നിങ്ങൾ പെട്ടുപോകരുത്. നിൽക്കുന്നിടത്ത് വിശ്വസ്തയോടുകൂടി നിൽക്കുക. മരണപര്യന്തം വിശ്വസ്തയായിട്ട് നിൽക്കുക. എന്നാൽ എന്ത് ചെയ്യും? ജീവകിരീടം. ഓടി നടക്കാനല്ല കർത്താവ് പറഞ്ഞത്, ഓടി നടക്കാനല്ല കർത്താവ് പറഞ്ഞത്. നിൽക്കുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബുദ്ധിമുട്ടുകൾ കാണും, പ്രയാസങ്ങൾ കാണും, അല്ലേ? നമ്മുടെ വീട്ടിൽ നമ്മൾ നിൽക്കുന്നില്ലേ? കല്യാണം കഴിച്ച് വീട്ടിൽ നിൽക്കുന്നില്ലേ? മനസ്സുകൊണ്ട് എന്നേ കൊണ്ട് കളയേണ്ട ഗതികേട് നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്ന് പോയെങ്കിലും പോലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പോകാതെ നിർത്തിയിരിക്കുന്ന കാര്യം എന്താ? കുടുംബമായതുകൊണ്ടാ. സ്തോത്രം. അയ്യോ സോറി, അവര് പറഞ്ഞതുപോലെ 2 കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് എന്റെ പൊന്നു പാസേ ഈ മനുഷ്യന്റെ കൂടെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. എന്റെ നല്ല ഗുണത്തിനാണെങ്കിൽ ആദ്യ ദിവസം തന്നെ കാലി ചവിട്ടി ഇങ്ങനെ റബ്ബർ ബന്ധം പോലെ എടുത്ത് മാറ്റിയിട്ട് പോകേണ്ട സമയം കഴിഞ്ഞു. പിന്നെ കുഞ്ഞുങ്ങൾ 2 ആയിപ്പോയല്ലോ എന്ന് ഓർത്തിട്ട്, അങ്ങനെ പലതും ഓർത്തിട്ടാണ് നമ്മൾ ഇന്ന് കുടുംബജീവിതത്തിൽ നിൽക്കുന്നത്. കൈ പൊക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. ഗ്ലോറി. അപ്പോ ശ്രദ്ധിക്കുക, അതുപോലെ ആവേശം കൂടി ചിലപ്പോൾ കൈയങ്ങ് പൊക്കിപ്പോവും. ഞാൻ പറഞ്ഞതിന്റെ സാരം എന്ന് പറഞ്ഞത്, അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നു, അതുകൊണ്ട് തകച്ച് നിൽക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ദുരുപദേശങ്ങളിൽ നിന്നും അവർ തന്നെ എന്താണ് ഇനി അതുകൊണ്ടെന്നുണ്ട് 9ാമതായി രാപ്പകൽ. ഇടയന്റെ പ്രത്യേകത രാപ്പകൽ ദൈവമക്കൾക്കായിട്ട്, വിശ്വാസികൾക്കായിട്ട് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുക? ജാഗരിക്കുക. രാപ്പകൽ പോയി എന്ത് ചെയ്യുക? സഭയിലുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുക? ജാഗരിക്കുക. കേട്ടോ, ഇതാണ് ഒരു ദൗത്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇടയന്റെ ദൗത്യം എന്ന് പറഞ്ഞിരിക്കുന്നത് രാപ്പകൽ നമ്മുടെ സഭയിലുള്ള കുടുംബങ്ങൾ കർത്താവെ വിടുവിക്കപ്പെടണം, അവർ ഉയരണം, അവർ വളരണം, അവർക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് രാപ്പകൽ ജാഗരിക്കുന്നവൻ. 10ാമതായിട്ട് എന്ത് ചെയ്യണം? ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണം. അതാണ് ഇടയന്റെ പ്രത്യേകത. അപ്പം 10 കൂട്ട കാര്യങ്ങളാണ് ഇടയന്റെ പ്രത്യേകതയായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിഞ്ഞത്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായിട്ട്, ചിലരെ പ്രവാചകന്മാരായിട്ട്, ചിലരെ സുവിശേഷകന്മാരായിട്ട്, അടുത്തത് എന്താണ് ഇടയന്മാരായിട്ട്, പാസ്റ്റേഴ്സ് ആയിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നു. അല്ലാതെ ബൈബിൾ കോളേജിൽ പഠിച്ച് BTH കിട്ടി, അല്ലെങ്കിൽ MDH കിട്ടി, അല്ലെങ്കിൽ MDiv കിട്ടി, അതുകൊണ്ട് എനിക്കൊരു സഭ കിട്ടിയാൽ ഞാൻ പാസ്സാകും എന്ന് ആർക്കും കർത്താവ് കൊടുത്തിട്ടില്ല. ഇതുപോലെ ദൗത്യം ചെയ്യുന്നവരായിരിക്കണം, കഷ്ടപ്പെടാനും മനസ്സുള്ളവരായിരിക്കണം. ഇതൊക്കെ മറ്റുള്ളവരെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കഴിക്കുന്നു. അതല്ല യഥാർത്ഥ ദൈവദാസൻ. അപ്പന ചെയ്യാനുള്ളതല്ല, ബന്ധോ സ്വന്തം നോക്കി കൊടുക്കാനുള്ളതല്ല ദൈവസഭ. സ്തോത്രം. കഷ്ടപ്പെടുന്ന ദൈവാസന്മാരെ ട്രാൻസ്ഫർ ചെയ്ത് ദൂരെ കാട്ടിലേക്ക് അടിക്കും. അവര് പോയി അവർക്ക് എപ്പോഴും കഷ്ടപ്പെടാനാ. ചിലർക്ക് ഇങ്ങനെ പോയി എല്ലാ സഭകളും പോയി എന്ത് ചെയ്യുക? ആൾക്കാരെ കൂട്ടുക. ചില പാസ്റ്റർമാരുടെ പ്രത്യേകത, ചില പാസ്റ്റർമാർക്ക് പ്രത്യേകത എന്ത് ചെയ്യുക? പാസ്നേജ് ഉണ്ടാക്കുക. അവരെവിടെ ചെന്നാലും പാസ്നേജ്. എന്റെ കൂട്ടുകാരനാണ്, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം പറയാം, ഇപ്പൊ ചേട്ടാ എത്രയോ പാസ്നേജ് പുള്ളി ഉണ്ടാക്കി, പുള്ളി ചെല്ലുന്നതെല്ലാം പുള്ളിക്ക് പക്ഷെ ഒരിടത്തും പുള്ളിക്ക് താമസിക്കാൻ പറ്റില്ല. പാസ്നേജ് ഉണ്ടാക്കുക, കൂടി പറഞ്ഞ 1 വർഷം താമസിക്കുക, അടുത്ത ഇടത്തേക്ക് പോവുക, അവിടെ പാസ്നേജ് കാണത്തില്ല. പുള്ളി അവിടെ നിന്ന് പുള്ളിയുടെ പരിപാടി എന്താണ്? പാസ്നേജ് ഉണ്ടാക്കും. ഇങ്ങനെ പാസ്നേജ് ഉണ്ടാക്കി പുള്ളി പൊയ്ക്കൊണ്ടിരിക്കുക. ഗ്ലോറി പോട്ടെ. വേറെ ദൈവാസന പ്രത്യേകത സഭ പണിയുക. പുള്ളി എല്ലായിടത്തെല്ലാം പുള്ളി എന്ത് ചെയ്യുക? ഇടിഞ്ഞെടുക്കുന്ന സഭയായിരിക്കും. പുള്ളി ആ സഭ പണിയാൻ വേണ്ടി ഉള്ളിടത്തെല്ലാം പോയി കാര്യങ്ങളെ ക്രമീകരിച്ച് സഭ പണിതുകൊണ്ടിരിക്കുന്നു. എന്തുവായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഞാൻ പറഞ്ഞോട്ടെ പ്രിയപ്പെട്ടവരെ, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നന്മ പ്രാപിക്കാൻ കുറച്ച് പേര്, ഇതുപോലെ പണിയാൻ വേണ്ടി കുറച്ച് പേര്. അങ്ങനെയൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. എന്താണ്? നിന്റെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പം അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇടയന്മാരായിട്ട്. ഇപ്പൊ സമയം എത്രയായി? 8:40. ഓക്കെ. അപ്പം ഇനി അവസാനത്തത് അവൻ ചിലരെ എന്തായിരിക്കും? അടുത്തതായിട്ട് എന്താണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഉപദേഷ്ടകന്മാരായിട്ട്, അതായത് ടീച്ചേഴ്സ്. എന്താണ്? അതായത് ടീച്ചേഴ്സ്. അതാണ് നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വഴിക്ക് പാസ്റ്റേ.
സ്തോത്രം. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? പഠിപ്പിക്കുക, വചനം പഠിക്കുക, വചനം പഠിപ്പിക്കുക. ടീച്ചേഴ്സിന്റെ പ്രത്യേകത, അതായത് ഉപദേഷ്ടകന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനത്തിലും വചനത്തിൽ വചനത്തെയും അതിന്റെ ഉപദേശത്തെയും ശക്തമായിട്ട് അതിന്റെ ഡെപ്ത്, അതായത് അതിന്റെ ആഴത്തിൽ ചെന്ന് എന്ത് ചെയ്യണം? അതിനെ വിളിച്ചു പറയുന്നവനായിരിക്കണം യഥാർത്ഥ ഉപദേഷ്ടാവ്. മനസ്സിലാവുന്നുണ്ടോ? വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവർ എന്ന് വേറൊരു പദം കൊടുത്തിട്ടുണ്ട്. വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവർ ആയിരിക്കണം. അതാണ് ഉപദേശകന്മാർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിനെ കുറിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞിരിക്കുന്ന പദം, അതായത് എബ്രായ ലേഖനം 13:7 കൊടുത്തിരിക്കുന്നത് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അല്ലെ? നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടീച്ചേഴ്സിനെയാണ്, അതിലെ ഉപദേശകന്മാരെയാണ്. വചനത്തിൽ കൂടി നമ്മളെ പഠിപ്പിച്ച് അതിനെ ബലം ആക്കി വെച്ചിരിക്കുന്ന തലം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, വചനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വചനം പഠിക്കുക എന്നത്, വചനം പഠിക്കുക, സമയത്തും അസമയത്തും എന്ത് ചെയ്യുക? ഒതുങ്ങിയിരിക്കുക. വചനം പഠിക്കുന്നത് നല്ലതാണ്. തിരുവചനം പഠിക്കുന്നത് നല്ലതാണ്. കാരണം ബൈബിൾ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഭാഗ്യവാൻ എന്നുള്ള പദം കൊടുക്കുന്നില്ല. പക്ഷെ വിശുദ്ധ വേദപുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വായിക്കുന്നവൻ, ഇത് കേൾക്കുന്നവൻ, ഇത് പ്രമാണിക്കുന്നവൻ എല്ലാം ഭാഗ്യവാൻ എന്ന് ശക്തമായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇവിടെ അപ്പോസ്തലിക സഭയിൽ പണ്ട് കാലഘട്ടങ്ങളിൽ അപ്പോസ്തലിക സഭകളിൽ എന്തുണ്ടായിരുന്നു? ഉപദേശകന്മാരുണ്ടായിരുന്നു, അതായത് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവരെന്തായിരുന്നു? വചനത്തിന്റെ മർമ്മങ്ങൾ, വചനത്തിൽ മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുമായിരുന്നു, അല്ലെ? അതിന്റെ ഓരോ അധ്യായങ്ങളെ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. പൊതുവായിട്ട് യേശു കർത്താവ് വചനം പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? പിത്തുമായിട്ട് ഒരു വ്യക്തി പോയ രംഗം പറഞ്ഞു. അത് ചിലർ വഴിയരിയിൽ വീണു, ചില മുള്ളിനരിയിൽ വീണു, പാറപ്പുറത്ത് വീണു, നല്ലത്. അപ്പൊ കർത്താവ് അത് പറഞ്ഞ് അങ്ങനെ പോയി. പക്ഷെ അത് അവിടെ പറഞ്ഞു തീർന്നു, അങ്ങ് പോയി. പക്ഷെ ശിഷ്യന്മാർ യേശുവിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്ക് അത് മനസ്സിലായില്ല, അങ്ങ് എന്താ പറഞ്ഞെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായില്ല, ക്ലിയർ ആയില്ല. അപ്പൊ യേശു അവിടെ എന്ത് ചെയ്യുക? ഒരു ടീച്ചറിന്റെ ഒരു യോഗ്യതയോടുകൂടി, അതായത് ഉപദേശകന്റെ ഒരു ചുമത ഏറ്റെടുത്തുകൊണ്ട് ഉപദേശിക്കുക, അല്ലെ? നേരത്തെ പ്രസംഗിച്ച പദം അവിടെ ഉപദേശിക്കുക. എന്താണ്? വഴിയിൽ വീണു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, പാറപ്പുറത്ത് വീണു. അവിടെ പിന്നെ അതിന്റെ മർമ്മം, അതിന്റെ ആഴം, ആ വചനത്തിന്റെ ആഴം അത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് ഉപദേശകന്റെ പ്രത്യേകത. മനസ്സിലാക്കാത്ത വചനത്തിന്റെ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരിക്കണം ഉപദേശകൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് നമ്മൾ എഫെസ്യ ലേഖനം നമ്മൾ പറഞ്ഞോട്ടെ, എഫെസ്യ ലേഖനം പഠിക്കണമെങ്കിൽ ഇത്രയും സമയം വേണം. നമ്മളിപ്പോ എത്ര നാളുകൊണ്ട് എഫെസ്യ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ വാക്യങ്ങളെ നമ്മളിങ്ങനെ പഠിച്ച് പോയിക്കൊണ്ടിരിക്കുക, ഓരോരോ കാര്യാദികൾ പഠിച്ച് പോയിക്കൊണ്ടിരിക്കുക, അല്ലേ? അപ്പം ഇതിനകത്ത് കിടക്കുന്ന ആ ഒരു ഡെപ്ത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്ര കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത്, അല്ലെ? സാധാരണ നമ്മൾ ഇപ്പം എഫെസ്യ ലേഖനം പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇൻട്രൊഡക്ഷൻ പഠിക്കാൻ പറ്റത്തില്ല, അതിന്റെ ബോഡി പഠിക്കാൻ പറ്റത്തില്ല, അതിന്റെ കൺക്ലൂഷൻ ഇതൊന്നും പറയാൻ നമ്മൾ ബൈബിളിൽ പറഞ്ഞ എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11-ാം തിരുവചനം, അവൻ ചെല്ലിയ അപ്പോസ്തലന്മാരായിട്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ എല്ലായിടത്തും പോയി സംസാരിച്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല, നടക്കത്തില്ല. അതുകൊണ്ടാണ് ഉപദേശകന്മാരെ, ടീച്ചേഴ്സിനെ വെച്ചിരിക്കുന്നത്. ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയും ഇങ്ങനെ ടീച്ചേഴ്സിനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സൂൺ പ്ലാറ്റ്ഫോമിൽ ക്ലാസ്സുകൾ നൽകുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വചനത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം, വചനത്തിൽ ദൃഢനിശ്ചയം ഉള്ളവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പാടിയട്ടെ എല്ലാവരും. സന്തോഷത്തോടെ ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ പ്രിയപ്പെട്ടവരെ. അപ്പൊ ഇതാണ് അതിന്റെ ഏറ്റവും ഒരു ഉപദേശകന്റെ ചുമതല എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്താണ്? ഇവിടെ സഭയിലുള്ളതായിട്ടുള്ള വ്യക്തി ജീവിതങ്ങളെ ആത്മീയമായിട്ട് വളരെ 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 വല്ലാത്തൊരവസ്ഥയിൽ കഴിയുന്നവരെ വചനത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. പറഞ്ഞാട്ടെ, വചനത്തിൽ ഉറപ്പുള്ളവരാക്കുന്നതാണ് ഉപദേശകന്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയും. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളിൽ വിടുന്നുണ്ട്, അല്ലെ? നമ്മള് ഹയർ സ്റ്റഡിക്ക് വിടുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? നമുക്ക് പഠിപ്പിച്ചൂടെ?
ടെസ്റ്റ് കൊണ്ടുവന്നാൽ നമുക്ക് അറിയുന്ന രീതിയിൽ നമുക്ക് പഠിപ്പിക്കാം. നമ്മളെന്തിനാ മറ്റു ടീച്ചേഴ്സിനെ അടുത്ത് വിട്ട് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോരാഞ്ഞിട്ട് ട്യൂഷനും ഉണ്ട്. ട്യൂഷൻ പോരാഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? മറ്റ് പലതും ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ കാണുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഫൈൻ. അപ്പോ ഞാൻ പ്രധാനപ്പെട്ടമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. നമ്മൾ ഈ ടീച്ചേഴ്സിന്റെ അരികിൽ നമ്മുടെ കുട്ടികളെ വിടുന്നത് എന്തിനു വേണ്ടിയാ? നിങ്ങളുടെ മനസ്സാക്ഷിക്ക് ഞാൻ തരിക. എന്തിനു വേണ്ടി നമ്മുടെ ടീച്ചേഴ്സിന്റെ അരികിൽ നമ്മുടെ കുട്ടികളെ വിടുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ ആരായിത്തീരണം? ഉന്നതരായിത്തീരണം, പഠിച്ചു. ഏത് വിഷയത്തിലാണോ നമ്മുടെ ഒരു ടീച്ചറിനെ അപ്രോച്ച് ചെയ്യുന്ന ആ വിഷയത്തിൽ ആ വ്യക്തി അല്ലെങ്കിൽ എന്റെ കുട്ടി എന്താണ് നൈപുണ്യം പ്രാപിച്ച വ്യക്തിയായിരിക്കണം, നല്ല തികവുള്ള വ്യക്തിയായി തീരണം. അതിനുവേണ്ടിയല്ലേ സഭയ്ക്കകത്ത് ദൈവം ഉപദേശകന്മാരെ വെച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയെന്ന് അറിയാമോ? നാം വചനത്തിൽ എന്തുള്ളവരായിരിക്കണം? ഉറപ്പുള്ളവരായിരിക്കണം. കാരണം പുറത്തുള്ളവർ നമ്മോട് ചോദിക്കുക, ഏതെങ്കിലും വചനം ചോദിച്ചിട്ട് പറയാ ഇത് ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ശ്വാസം മുട്ടി പോകാനല്ല, നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. അതിനുവേണ്ടിയാണ് അവൻ ചിലരെ ഉപദേശകന്മാരായിട്ട് വെച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ? ഫൈവ് ഫോൾഡ് മിനിസ്ട്രി 5 തരത്തിൽപ്പെട്ട ശുശ്രൂഷകൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു. ഒന്ന് ഏതാണ്? ഒന്നാമത്തെ ശുശ്രൂഷ അപ്പോസ്തലന്മാരായിട്ട്, 2 പ്രവാചകന്മാരായിട്ട്, 3 സുവിശേഷകന്മാരായിട്ട്, 4 ഇടയന്മാരായിട്ട്, 5 ഉപദേഷ്ടകന്മാരായിട്ട്, ടീച്ചേഴ്സ് ആയിട്ട്. ഈ 5 ഫോൾഡ്, ഈ 5 തരത്തിൽപ്പെട്ട ശുശ്രൂഷയാണ് പുതിയ നിയമ സഭയ്ക്ക് ദൈവം വേർതിരിച്ചു കൊടുത്തിരിക്കുന്നത്, അഥവാ തരംതിരിച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് കൃപാവരത്തിന്റെ തരംതിരിക്കലായിട്ട് വേർതിരിച്ച് കൃപാവരങ്ങളെ ദൈവം സഭയ്ക്ക് വേർതിരിച്ചു കൊടുത്തിരിക്കുന്നത് എന്ന കാര്യമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ക്ലാസിഫിക്കേഷൻ ആണ്. പക്ഷെ ഇതിനകത്ത് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് പലരും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വേഗത്തിൽ ശ്രദ്ധിക്കണമേ. ചിലർ പറയുന്ന ഒരു അഭിഷേകം എന്ന് പറയും. അഭിഷേകം എന്ന് പറയുന്നുണ്ട്. അഭിഷേകം നമ്മൾ പൊതുവെ അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താണ്? പെന്തക്കോസ്ത് സമുദായങ്ങളിൽ അഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകം സമം പരിശുദ്ധ നിറവൊക്കെ ഇപ്പൊ നമ്മള് എഫ്എ ലേഖനം പഠിച്ചതിന് ശേഷമാണ് നമ്മുടെ സഹോദരിമാര് പറയാൻ തുടങ്ങിയത്. ഓക്കെ, ഈ അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിഷേകം എന്ന വാക്കുകൊണ്ട് നമ്മൾ പെന്തക്കോസ്താർ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഞാൻ അതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന എബ്രായ ഗ്രീക്ക് പദത്തിന്റെ തർജ്ജിമയല്ല ഞാൻ ചോദിക്കുന്നത്. അവിടെയും പോയി ശ്രദ്ധിക്കുക. ഒരു പെന്തക്കോസ്തൽ സഭയിൽ ചെന്നിട്ട്, ഞാൻ പല സഭകളിൽ പോകുന്നത്, സഭയിൽ ചെല്ലുമ്പോൾ പറയും, പ്രിയപ്പെട്ടവരെ ഇന്ന് അഭിഷേകം പ്രാപിക്കാനുള്ള ദൈവമക്കൾ മുൻപോട്ട് കയറി വന്നാട്ടെ, അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി പോവുക. നമുക്ക് ഇന്ന് ദൈവത്തിന്റെ അഭിഷേകം. ഇതിനകത്ത് അഭിഷേകം പ്രാപിക്കാത്ത പലരുമുണ്ട്. അഭിഷേകം പ്രാപിക്കാത്തവർ മുൻപോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? അത് തന്നെ ഒരു ചിന്ത നമ്മൾ വെച്ചിരിക്കുന്നത്, അഭിഷേകം സമം അന്യഭാഷ. അഭിഷേകം സമം അന്യഭാഷ. തികച്ചും തെറ്റാണ് പ്രിയപ്പെട്ടവര്. അത് തെറ്റാണ്. ആ പദം നിങ്ങൾ എടുത്തങ്ങ് മാറ്റണം. അഭിഷേകം ഒരിക്കൽ ലഭിക്കുന്ന ഒരു കാര്യമാണ്. എന്നും ലഭിക്കുന്ന ഒരു കാര്യത്തിന്റെ പറയുന്ന പേരല്ല അഭിഷേകം. ഒരിക്കലായി എന്നേക്കുമായിട്ട് എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധമ വന്നപ്പോൾ എനിക്കൊരു അഭിഷേകം ഉണ്ടായി. പിന്നെ ഉണ്ടാകുന്ന എല്ലാം പരിശുദ്ധമ്മയുടെ നിറവാണ്. ഹലോ, പരിശുദ്ധാത്മാവിന്റെ നിറവാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും അഭിഷേകം, അവൻ ചിലരെ അപ്പോസ്തലന്മാരായിട്ട് അഭിഷേകം ചെയ്തു. അഭിഷേകം അതല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു ക്ലാസിഫിക്കേഷൻ ആണ്, തരംതിരിക്കലാണ്, വേർതിരിക്കലാണ്. മനസ്സിലാകണ്ടോ? വിഭജിക്കലാണ്. ഏതിന്റെ? കൃപാവരത്തിന്റെ വിഭജിക്കലാണ്. സെപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ എന്താണ്? ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് ദൈവമക്കൾ അതിലൊന്നും തെറ്റിപ്പോകരുത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമായിട്ട് പറയുന്നു. എഫെസ്യർ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യം പഠിക്കുമ്പോൾ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ മുമ്പിൽ അഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം, അഭിഷേകം ഒരിക്കൽ നടക്കുന്ന പ്രോസസ്സാണ്, ഒരിക്കൽ നടക്കുന്ന കാര്യമാണ് അഭിഷേകം, അല്ലെ? രാജാവായിട്ട് ഒരിക്കൽ അഭിഷേകം ചെയ്തു, അല്ലെ? ദൈവം ഒരിക്കലാണ് അഭിഷേകം. നമ്മൾ യേശുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിക്കുന്ന സമയം പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മളെ എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തു. പിന്നെ നമുക്കുണ്ടാകുന്നത് ദൈവത്തിന്റെ കൃപാ വരങ്ങളാണ്. അന്യഭാഷയൊക്കെ അതിൽ പെട്ടതാണ് പ്രിയപ്പെട്ടവരെ. എന്റെ കൂടെ വരുന്നുണ്ടോ? സ്തോത്രം. അന്യഭാഷയൊക്കെ അതിന്റെ കൂടെ വരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ പറയാൻ മനസ്സിലാക്കണം. പണ്ട് ഇസ്രായേൽ വിശ്വസിച്ചൊരു കാര്യമുണ്ട്. എബ്രായ ഭാഷയാണ് സ്വർഗീയ ഭാഷ. എബ്രായ ഭാഷയാണ്
സ്വർഗീയ ഭാഷ എന്ന് അവർ ഭയങ്കരമായിട്ട് വിശ്വസിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പെന്തക്കോസ്ത് ദൈവം തിരുത്തി അവരെ കയ്യിൽ കൊടുത്തു. അതല്ല സ്വർഗീയ ഭാഷ. എന്താണ്? അവിടെ വന്നിരിക്കുന്ന 120 പേര് അന്യഭാഷ പറഞ്ഞപ്പോൾ അവർ ഓരോ ഭാഷകളിൽ അവർ സംസാരിച്ചത്. ഓരോ ഭാഷകളിലാണ് സംസാരിച്ചത്. ഏത് ഭാഷയും അത് ദൈവത്തിന്റെ ഭാഷയാണ്, അത് സ്വർഗീയ ഭാഷയാണ് പ്രിയപ്പെട്ടവരെ, ഒരു ഭാഷയല്ല. അതുകൊണ്ട് ഇതൊക്കെ വിഭജിച്ച് ദൈവം കൊടുത്തിരിക്കുകയാണ്. കൃപാവരങ്ങളുടെ വിവിധ തരംതിരിക്കലാണ് നമുക്കിവിടെ കാണുവാൻ കഴിഞ്ഞത്. അപ്പോ ഇന്ന് നമ്മൾ എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7 മുതൽ 11 വരെ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്താണ് 4-ന്റെ 12 മുതൽ 16 വരെ, അതായത് എന്താണ് അവിടെ നമ്മൾ പഠിക്കുന്നത് പർപ്പസ് ഓഫ് ദ ഗിഫ്റ്റ്, അതായത് എന്താണ് കൃപാവരങ്ങളുടെ ഉദ്ദേശത്തെ പറ്റി നമ്മൾ വരുന്ന ക്ലാസ്സിൽ, നിങ്ങൾ ഓർപ്പിക്കണേ, കൃപാവരത്തിന്റെ ഉദ്ദേശത്തെ പറ്റി നമുക്ക് പഠിക്കാം. അതുവരെയും ദൈവം നമ്മളെല്ലാവരെയും വിസ്താരമേറിയ കർത്താവിന്റെ ചിറകിന്റെ മറവിൽ പരിപാലിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസരങ്ങൾ ഒരുക്കി തന്ന ബഹുമാന കർത്തദാസന്മാരോടും പ്രത്യേകിച്ച് സൂം പ്ലാറ്റ്ഫോമിലായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദി വന്ദനത്തെ ഒരു കർത്താവിന്റെ ദാസൻ നിലയിൽ അറിയിച്ചുകൊണ്ട് എല്ലാവിധമായിട്ടുള്ള ഭാവങ്ങൾ നേരുന്നു. കർത്താവ് നമ്മളെ ഈ സ്റ്റഡിയാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. ദൈവനാമം പിന്നെയും മഹത്വമെടുക്കുമാറാകട്ടെ. എഫെസ്യ ലേഖനത്തിൽ ദൈവസഭയ്ക്കകത്തുള്ള നടത്തിപ്പുകളും ബൈബിൾ മിനിസ്ട്രി അതിന്റെ ആത്മീയ പ്രായോഗിക തലങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ആഴമേറിയ കാഴ്ചപ്പാടുകളോടുള്ള വിശദീകരണം നാം ദൈവജനത്തിന് കേൾക്കുകയായിരുന്നു. വളരെ ആധികാരികമായി ദൈവവചന പഠന നിർവഹണം നടത്തിയ കർത്തൃദാസനോടുള്ള ഹൃദയംഗമായ നന്ദിയെ ദൈവനാമത്തിൽ പ്രകാശിപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച ഇന്നത്തെ ഈ ക്ലാസ് മീറ്റിംഗിന് സമാപനം കുറിക്കാം. കർത്താവിനദാസൻ പാസ്റ്റർ TK ജോസ് അവറുകൾ ഇപ്പോൾ പ്രാർത്ഥിച്ച് ശുശ്രൂഷയ്ക്ക് ആശീർവാദം പറയുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും ചേർന്ന് സ്തോത്രം ചെയ്യാം. പാസ്റ്റർ TK ജോസ് ഇലിക്കുളം. നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. കരുണയുള്ള ദൈവമേ, ശോഭിക്ക നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല സന്ധ്യയ്ക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ, അതിന്റെ സന്ധ്യയുടെ ശ്യാമം മുതൽ കർത്താവേ സമയം വരെ ദൈവദിനത്തോട് പഠനത്തോട് ബന്ധപ്പെട്ട് കർത്താവിന്റെ കുഞ്ഞുങ്ങളായി ഞങ്ങൾക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കാൻ കൃപയാൽ കർത്താവ് ഭാഗ്യം ഒരുക്കിയല്ലോ. അവിടുത്തെ മഹാദേയെ ഓർത്തുകൊണ്ട് നന്ദി കുറഞ്ഞ ഹൃദയത്തോടെ വാഴ്ത്തുന്നു. കർത്താവ് പ്രാരംഭമായി കർത്താവെ ആ മീറ്റിംഗ് ആരംഭിച്ചതായ വിലപ്പെട്ട ദിവദാസിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ ആലപിച്ചതായ പ്രിയപ്പെട്ട ദിവദാസിനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം അധികാരിയോട് പഠിപ്പിച്ചതായ ഞങ്ങളുടെ വിലപ്പെട്ട ദിവദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവിന്റെ വചനത്തിന് മുൻപാകെ കർത്താവെ ദൈവിക ശുശ്രൂഷകൾക്കായി കർത്താവെ ചില തരംതിരിക്കുകളെ കുറിച്ച് കർത്താവെ ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദങ്ങൾ കർത്താവ് കേൾപ്പിപ്പാൻ കൊണ്ട് മടിയായി തീർന്നു. ഇന്ന് രാത്രിയിൽ പഠിപ്പിച്ച കർത്തദാസനെയും സ്വർഗ്ഗം അനുഗ്രഹിക്കുമാറാകണം. ഇവരുടെ പ്രത്യാശയോടെ തിരുമേനികളെ പിന്നെയും പഠിപ്പിക്കുവാൻ, അനേകരെ കർത്താവിന് വേണ്ടി വാർത്തെടുക്കുവാൻ ഇവിടുന്ന് സഹായിക്കണം, അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് യേശുവും ഫ്ലാറ്റും ഒരുക്കി തന്നതായ ട്രിനിറ്റി പ്രയർ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെ നേതൃത്വം വഹിക്കുന്ന ഞങ്ങളുടെ വിലപ്പെട്ട ദൈവദാസത്വം സുരേഷ് സാറിനെയും കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിലപ്പെട്ട പ്രിയമുള്ളവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. ദൈവനങ്ങളെ പഠിപ്പാൻ കടന്നു വന്നതായ വിലപ്പെട്ട ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ആ ദൈവദാസിമാർക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതായ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ ഞങ്ങളുടെ ആത്മീയ ജീവിതങ്ങൾ കർത്താവെ സ്വർഗ്ഗത്തിൽ അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കുമാറാകണം. ദൈവകാര്യങ്ങളിലേക്ക് സമസ്തവും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവരെ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. രാത്രി സകല ബുദ്ധിയും സമാധാനവും ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിസരമാന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും സംരക്ഷണവും ഇന്ന് രാത്രി ദൈവനെ പഠിപ്പിച്ചായ വിലപ്പെട്ട ദിവദാസനോടും കടന്നു വന്ന ജീവനത്തോടും പ്രൈം മിനിസ്റ്ററുടെ എല്ലാ പ്രവർത്തനങ്ങളോടും കർത്താവിന്റെ വരവരെ മുതൽ നീക്കും മാറാത്ത കൃപ ഉണ്ടാക്കുമാറാകട്ടെ. ആമേൻ. ഈ രാത്രി സ്തോത്രം ചെയ്യാം. വേഗം വരണമേ. ആമേൻ.